ദി സീക്രട്ട് ഭാഗം 2. ഈ പ്രോഗ്രാമിൻ്റെ ഒന്നാം ഭാഗം കാണാത്തവർ അതുകൂടി കാണുക. വീഡിയോയുടെ പ്ലേലിസ്റ്റ് ഈ പ്രോഗ്രാമിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ചേർത്തിട്ടുണ്ട്. നമ്മുടെ മനസ്സിനെ റീപ്രോഗ്രാം ചെയ്യുന്നത് വഴിയായി കൂടുതൽ നല്ല ബന്ധങ്ങൾ ആകർഷിക്കുവാൻ നമുക്ക് സാധിക്കും. നമ്മെ ഭയപ്പെടുത്തുന്ന, നമ്മുടെ ആത്മവിശ്വാസം കെടുത്തുന്ന ചിന്തകളുടെ സ്ഥാനത്ത് നമ്മെക്കുറിച്ചുള്ള പോസിറ്റീവായ ചിന്തകൾ കൊണ്ടുവരിക. അവ ഉപബോധനങ്ങളായി നമ്മുടെ ഉപബോധ മനസ്സിലെത്തിക്കുക. ഇതിനുവേണ്ടി നാം സ്വയം ഉരുവിടേണ്ട ഉപബോധനം താഴെ പറയുന്നു. ഞാൻ വളരെയധികം ആകർഷണ ശക്തിയുള്ള ഒരു വ്യക്തിയാണ്. വ്യക്തിബന്ധങ്ങൾ വളർത്തിയെടുക്കുവാൻ എനിക്ക് എളുപ്പത്തിൽ കഴിയും. എൻ്റെ രൂപത്തിൽ ഞാൻ സംതൃപ്തയാണ് അഥവാ സംതൃപ്തനാണ്. എനിക്ക് എന്നിൽ ആത്മവിശ്വാസമുണ്ട്. എതിർ ലിംഗത്തിൽപ്പെട്ടവരുമായി തന്മയത്വത്തോടുകൂടി ഇടപഴകുവാൻ എനിക്കാകും. ഞാൻ സുന്ദരിയാണ് അഥവാ സുന്ദരനാണ്. ഞാൻ സ്നേഹം നൽകുകയും സ്നേഹം സ്വീകരിക്കുകയും ചെയ്യും. കാരണം സ്നേഹിക്കപ്പെടുക എന്നുള്ളത് എൻ്റെ ജന്മാവകാശമാണ്. ഭാര്യാഭർത്തൃബന്ധം എങ്ങനെ കൂടുതൽ ഊഷ്മളമാക്കാം എന്ന് നമുക്ക് നോക്കാം. 21-ാം നൂറ്റാണ്ടിൽ ഓരോ വർഷം ചെല്ലുന്തോറും വിവാഹമോചന കേസുകളുടെ എണ്ണം വർദ്ധിച്ചു വരികയാണ്. ദാമ്പത്യ ബന്ധത്തിലെ വിശ്വസ്തതയില്ലായ്മ, വിവാഹ ജീവിതത്തിന് പുറമേയുള്ള ബന്ധങ്ങൾ തുടങ്ങിയവയൊക്കെ ദാമ്പത്യ ജീവിതത്തെ ഒരു പോർക്കളമാക്കി ഇന്ന് മാറ്റിയിരിക്കുന്നു. വിവാഹ ജീവിതത്തിൽ നിങ്ങൾ സംതൃപ്തരാണോ എന്ന് ചോദിച്ചാൽ അല്ല എന്ന് മറുപടി പറയുന്നവരുടെ എണ്ണം ഇന്ന് കൂടിക്കൂടി വരുന്നു. സ്നേഹമെന്നുള്ളത് ഒരു മാനസികാവസ്ഥയാണ്. വെറുപ്പ് എന്നുള്ളതും മറ്റൊരു മാനസികാവസ്ഥയാണ്. ഒരാളെക്കുറിച്ച് നിരന്തരം നെഗറ്റീവായ കാര്യങ്ങൾ ചിന്തിക്കുകയും ഒരിക്കലും അയാളിലെ നന്മയെ കാണാതിരിക്കുകയും ചെയ്യുമ്പോൾ വെറുപ്പ് എന്ന മാനസികാവസ്ഥയിലേക്ക് നാം എത്തുന്നു. ഇത് ദാമ്പത്യത്തിലെ പ്രശ്നങ്ങളിലേക്ക് വഴിതെളിക്കുന്നു. വിവാഹ ബന്ധത്തിനു ശേഷം പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിലും നല്ലതാണ് അനുയോജ്യരായ പങ്കാളികളെ കണ്ടെത്തുക എന്നുള്ളത്. നിങ്ങൾ വിവാഹിതനോ വിവാഹിതയോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും അനുയോജ്യയായ പങ്കാളിയെ കണ്ടെത്തുന്നതിനുള്ള മാജിക് ഫോർമുല ഞങ്ങൾ നിങ്ങൾക്ക് തരികയാണ്. 20 ദിവസം രാത്രിയിൽ 20 തവണ താഴെ പറയുന്ന വാചകങ്ങൾ നിങ്ങളുടെ മനസ്സിൽ ഉരുവിടുക. ഞാൻ എൻ്റെ സങ്കല്പത്തിലെ പങ്കാളിയെ കണ്ടുമുട്ടുവാൻ പോവുകയാണ്. ഞാൻ അഗാധമായി സ്നേഹിക്കുന്ന, എന്നെ അഗാധമായി സ്നേഹിക്കുന്ന ആ പങ്കാളി എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരികയാണ്. ഈ ഉപബോധനത്തിൻ്റെ ശക്തി ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകും. നിങ്ങൾ പങ്കാളിയിൽ ആഗ്രഹിക്കുന്ന ഗുണങ്ങൾ ഒരു ബ്ലാക്ക് ബോർഡിൽ എഴുതുന്നതായി സങ്കല്പിക്കുക. വിവാഹ ജീവിതത്തിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളും ആ ബ്ലാക്ക് ബോർഡിൽ എഴുതുക. അതിനുശേഷം ആ അവസ്ഥയിൽ നിങ്ങളും നിങ്ങളുടെ പങ്കാളിയും ജീവിക്കുന്നതായി സങ്കല്പിക്കുക. നിങ്ങളുടെ പങ്കാളിക്ക് നിങ്ങൾ സ്നേഹം പകർന്നു നൽകുന്നതായും അവർക്ക് വേണ്ടി സമയം ചെലവഴിക്കുന്നതായും ഒക്കെ സങ്കല്പിക്കുക. സാവധാനം ശ്വാസം ഉള്ളിലേക്ക് വലിച്ചെടുത്തുകൊണ്ട് പുറത്തേക്ക് വിട്ട് ഈ അവസ്ഥയിൽ ഏതാനും മിനിറ്റുകൾ നിങ്ങൾ ധ്യാനിക്കുക. നിങ്ങളുടെ ആഗ്രഹിച്ച ബന്ധം ഭാവിയിൽ യാഥാർത്ഥ്യമാകുമ്പോൾ ഇതിന് സമാനമായ രീതിയിലായിരിക്കും സംഭവിക്കുക. ചെറിയ വഴക്കുകൾ ദാമ്പത്യത്തിൽ സാധാരണമാണ്. പക്ഷേ മൊത്തത്തിൽ നിങ്ങളുടെ ഭാവി ദാമ്പത്യ ജീവിതം നിങ്ങൾ ഭാവനയിൽ കണ്ടതിന് സമാനമായിരിക്കും. ഹെൽത്ത്, വെൽത്ത് ആൻഡ് ഹാപ്പിനെസ്, ഇതാണ് ഇന്നത്തെ വിഷയം. നല്ല ആരോഗ്യം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ശാരീരികവും മാനസികവുമായ സുഖകരമായ അവസ്ഥയാണ്. ഇത്തരത്തിൽ സുഖകരമായ അവസ്ഥ ലഭിക്കുമെങ്കിൽ വെൽത്തും ഹാപ്പിനെസ്സും അതിൻ്റെ ബൈ പ്രോഡക്റ്റായിട്ടുണ്ടാകും എന്നാണ് റോണ്ട ബേൺ തൻ്റെ സീക്രട്ട് എന്ന പുസ്തകത്തിലൂടെ നമ്മെ പഠിപ്പിക്കുന്നത്. മോറിസ് ഗുഡ്മാൻ പറയുന്നത് നോക്കൂ. അത്ഭുത മനുഷ്യൻ എന്നാണ് മോറിസ് ഗുഡ്മാൻ അറിയപ്പെടുന്നത്. സ്വന്തം വിമാനം തകർന്നു വീണ് അതീവ ഗുരുതരമായി പരിക്കേറ്റു കിടന്ന അവസ്ഥയിൽ നിന്ന് അത്ഭുതകരമായി തിരിച്ചു വന്ന ഗുഡ്മാൻ 1981 മാധ്യമങ്ങളിലെ പ്രധാന വാർത്തയായി. അദ്ദേഹം ഇനി ഒരിക്കലും നടക്കുകയില്ല, സംസാരിക്കുകയില്ല, സാധാരണ ശാരീരിക പ്രവർത്തനങ്ങൾ ഒന്നും സാധ്യമാകില്ല എന്നാണ് വിദഗ്ധർ വിധിയെഴുതിയത്. പക്ഷേ ഇന്ന് അദ്ദേഹം ലോകമെമ്പാടും സഞ്ചരിച്ച് വിസ്മയാവഹമായ സ്വന്തം ജീവിതകഥ കൊണ്ട് ആയിരക്കണക്കിന് ആളുകൾക്ക് പ്രചോദനം നൽകി ജീവിത വിജയത്തിലേക്ക് നയിക്കുന്നു. അദ്ദേഹത്തിൻ്റെ ഭാര്യ കാത്തി ഗുഡ്മാൻ ഈ രഹസ്യം പുസ്തകത്തിൽ പ്രതിപാദിക്കുന്നുണ്ട്. ഇച്ഛാശക്തി കൊണ്ട് രോഗമുക്തി പ്രാപിച്ച അവരുടെ ജീവിതകഥ വായനക്കാർക്ക് പ്രയോജനം നൽകും. മോറിസ് ഗുഡ്മാൻ എഴുത്തുകാരനും അന്താരാഷ്ട്ര പ്രഭാഷകനുമായിരുന്ന മോറിസ് ഗുഡ്മാൻ തൻ്റെ അത്ഭുത ജീവിതകഥ വിവരിക്കുന്നത് നോക്കാം. എൻ്റെ കഥ തുടങ്ങുന്നത് 1981 മാർച്ച് 10 എൻ്റെ ജീവിതം മാറ്റിമറിച്ച ദിവസമായിരുന്നു അത്. ഒരിക്കലും മറക്കാനാകാത്ത ദിവസം. ആ ദിവസം ഞാൻ പറപ്പിച്ചിരുന്ന വിമാനം തകർന്നു വീണു. പൂർണ്ണമായും ചലനമറ്റ നിലയിലാണ് എന്നെ ആശുപത്രിയിൽ എത്തിച്ചത്. എൻ്റെ നട്ടെല്ല് തകർന്നുപോയി. കഴുത്തിലെ 1ഉം 2ഉം കശേരുക്കൾ പൊട്ടിപ്പോയിരുന്നു. വെള്ളം കുടിക്കാനോ ഭക്ഷണം കഴിക്കാനോ ആവില്ല. ഡയഫ്രം തകർന്നിരുന്നതിനാൽ ശ്വസിക്കാനും കഴിയില്ല. കണ്ണ് ചുമ്മാൻ മാത്രമേ എനിക്ക് കഴിയുമായിരുന്നുള്ളൂ.
ശേഷിച്ച ജീവിതം ഒരു ജീവച്ഛവമായി കഴിയേണ്ടി വരും. ആകെ എനിക്ക് ചെയ്യാൻ കഴിയുന്ന പ്രവൃത്തി മിഴിച്ചിമ്മുക എന്നത് മാത്രമായിരിക്കുമെന്ന് ഡോക്ടർമാർ വിധിയെഴുതി. അങ്ങനെയാണ് അവർ കരുതിയത്. അവർ എന്ത് ചിന്തിച്ചു എന്നതല്ലല്ലോ കാര്യം, ഞാൻ എന്തു ചിന്തിക്കുന്നു എന്നതാണ് പ്രധാനം. ഞാനൊരു സാധാരണ മനുഷ്യനായി ആശുപത്രിയിൽ നിന്ന് ഇറങ്ങി നടന്നു പോകുന്നത് ഞാൻ മനസ്സിൽ കണ്ടു. ആശുപത്രിയിൽ കിടക്കുന്ന സമയത്ത് എനിക്ക് ആകെ ഉണ്ടായിരുന്നത് എൻ്റെ മനസ്സ് മാത്രമാണ്. മനസ്സ് നമ്മുടെ സ്വാധീനത്തിലുണ്ടെങ്കിൽ നമുക്ക് എന്തിനേയും പുനർനിർമ്മിക്കാൻ കഴിയും. ഞാൻ റെസ്പിറേറ്റർ എന്ന സംവിധാനത്തിലൂടെയാണ് ശ്വസിച്ചിരുന്നത്. ഡയഫ്രം തകർന്നു പോയിരുന്നതിനാൽ ഇനി ഒരിക്കലും ശ്വാസോച്ഛ്വാസം ചെയ്യാൻ കഴിയില്ല എന്നാണ് അവർ പറഞ്ഞത്. പക്ഷേ എൻ്റെ ഉള്ളിൽ നിന്ന് ഒരു ശബ്ദം എന്നോട് പറഞ്ഞുകൊണ്ടിരുന്നു, ശക്തിയായി ശ്വാസമുള്ളിലേക്കെടുക്കൂ. അവസാനം റെസ്പിറേറ്റർ എടുത്തു മാറ്റി. ഇതെങ്ങനെ സംഭവിച്ചു എന്ന് അവർക്ക് വിശദീകരിക്കാനായില്ല. എനിക്കാണെങ്കിൽ എൻ്റെ ലക്ഷ്യത്തിൽ നിന്ന് മനസ്സിനെ വ്യതിചലിപ്പിക്കുന്ന യാതൊന്നും തന്നെ മനസ്സിലേക്ക് കടന്നു വരരുതെന്നുണ്ടായിരുന്നു. ക്രിസ്മസിന് ഞാൻ ആശുപത്രി വിട്ട് നടന്നു പോകുമെന്നതായിരുന്നു ഞാൻ മനസ്സിൽ നിശ്ചയിച്ചിരുന്ന ലക്ഷ്യം. അത് സാധിക്കുകയും ചെയ്തു. ആശുപത്രിയിൽ നിന്ന് ഞാൻ സ്വന്തം കാലിൽ നടന്നു പുറത്തുപോയി. അതൊരിക്കലും സാധ്യമല്ല എന്നാണ് അവർ പറഞ്ഞത്. ആ ദിവസം ഞാൻ ഒരിക്കലും മറക്കില്ല. ഏതെങ്കിലും വിധത്തിലുള്ള വേദനയോ വിഷമമോ അനുഭവിക്കുന്നവർക്കായി ഞാൻ എൻ്റെ ജീവിതത്തിൻ്റെ ആകത്തുക പറഞ്ഞു തരാം. അവർക്ക് ജീവിതത്തിൽ എന്തു ചെയ്യാൻ കഴിയും എന്ന് മനസ്സിലാക്കി കൊടുക്കാനായി എൻ്റെ ജീവിതത്തിൻ്റെ സാരം ഏതാനും വാക്കുകളിൽ പറയാം. മനുഷ്യൻ എന്തിനെക്കുറിച്ച് ചിന്തിക്കുന്നുവോ അവൻ അതായിത്തീരും. അത്ഭുത മനുഷ്യൻ എന്ന പേരിലാണ് മോറിസ് ഗുഡ്മാൻ അറിയപ്പെടുന്നത്. മനുഷ്യ മനസ്സിൻ്റെ അളവറ്റ ശക്തിയും അനന്തമായ സാധ്യതകളും വളരെ വ്യക്തമായി ചിത്രീകരിക്കുന്നതിനാലാണ് രഹസ്യമെന്ന പുസ്തകത്തിൽ ഈ കഥ ഉൾപ്പെടുത്തിയത്. മനസ്സിൽ എന്തിനെക്കുറിച്ച് ചിന്തിക്കുന്നുവോ അതിനെ യാഥാർത്ഥ്യമാക്കുവാൻ തൻ്റെ ഉള്ളിൽ ഒരു ശക്തിയുണ്ടെന്ന് മോറിസിന് അറിയാമായിരുന്നു. എന്തും സാധ്യമാണ്. മോറിസ് ഗുഡ്മാൻ്റെ കഥ ആയിരക്കണക്കിന് ആളുകൾക്ക് ചിന്തിക്കുവാനും സങ്കല്പിക്കുവാനും നല്ല ആരോഗ്യത്തിലേക്ക് തിരിച്ചു വരുവാനും പ്രചോദനം നൽകി. തൻ്റെ ജീവിതത്തിൽ നേരിട്ട ഏറ്റവും വലിയ വെല്ലുവിളിയെ ജീവിതത്തിലെ ഏറ്റവും വലിയ നേട്ടമാക്കി അദ്ദേഹം മാറ്റിയെടുത്തു. പ്രപഞ്ചശക്തിയിൽ നിന്നും ഊർജം ലഭിക്കുന്നതിന് നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ തന്നെയുള്ള അപാരമായ ശക്തി ഉണർത്തേണ്ടതുണ്ട്. അതിന് അടിസ്ഥാനപരമായി വ്യായാമവും ധ്യാനവും പരിശീലിപ്പിക്കേണ്ടതുണ്ട്. ആളുകൾക്ക് പ്രയോജനപ്രദമായതും എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്നതുമായ ചില കാര്യങ്ങൾ ഇവിടെ പ്രതിപാദിക്കാം. ആരോഗ്യം നേടാൻ, രോഗങ്ങൾ അകറ്റാൻ, രോഗങ്ങൾ വേഗം ഭേദമാകാനും ആരോഗ്യത്തോടെ ദീർഘകാലം ജീവിക്കുവാനും മനഃശക്തി പരിശീലനങ്ങൾ വളരെ സഹായകമാണ്. പല രാജ്യങ്ങളിലും രോഗചികിത്സയിൽ മനസ്സിൻ്റെ ശക്തി കൂടി ഇന്ന് ഉൾപ്പെടുത്തുന്നുണ്ട്. മരുന്നില്ലാതെ തന്നെ രോഗം മാറാനും ശരീരത്തിൻ്റെ പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാനും മരുന്നിൻ്റെ പൂർണ്ണ ഫലം ലഭിക്കാനും മനഃശക്തി പരിശീലനങ്ങൾ ഉപയോഗിക്കാറുണ്ട്. വിശ്രമാവസ്ഥ തന്നെ ശരീരത്തിൻ്റെ പൊതുവായ ആരോഗ്യം വർദ്ധിപ്പിക്കുന്നതാണ്. അതോടൊപ്പം ക്രിയാത്മക ഭാവന കൂടിയാകുമ്പോൾ 10 മടങ്ങ് പ്രയോജനം ലഭിക്കും. ഓരോ രോഗത്തിനും അനുയോജ്യമായ വിവിധതരം മനോചിത്രങ്ങൾ ഉണ്ടെങ്കിലും വിശദീകരണത്തിനുള്ള സൗകര്യങ്ങൾ പൊതുവായ രീതിയാണ് ഇവിടെ പ്രതിപാദിക്കുന്നത്. ഓരോരുത്തരുടെയും പ്രത്യേക ആവശ്യമനുസരിച്ച് ആ ചിത്രത്തിന് ഉചിതമായ മാറ്റങ്ങൾ വരുത്തേണ്ടതാണ്. വിശ്രമാവസ്ഥയിലെത്തുക. രോഗം എല്ലാം ഭേദമായി ആരോഗ്യവാനായിരിക്കുന്ന നിങ്ങളെ കാണുക. നിങ്ങളുടെ ശരീരത്തിൽ നിന്നും ആരോഗ്യത്തെ സൂചിപ്പിക്കുന്ന സുവർണ നിറത്തിലുള്ള പ്രകാശം ചുറ്റുപാടും പ്രതിഫലിക്കുന്നു. നിങ്ങൾ കണ്ടുമുട്ടുന്നവരെല്ലാം നിങ്ങളുടെ ആരോഗ്യത്തെ പുകഴ്ത്തുന്നു. രോഗം മാറി ആരോഗ്യം ലഭിച്ചതിൻ്റെ സന്തോഷം ശരീരത്തിൽ അനുഭവിക്കുക. ഈ അനുഭവത്തിൽ കുറച്ചു സമയം ചെലവഴിച്ചതിനു ശേഷം വിശ്രമാവസ്ഥയിൽ നിന്നും ഉണരുക. മുകളിൽ പറഞ്ഞ പൊതുവായ മനോചിത്രത്തിനു പകരം ക്യാൻസർ കോശങ്ങളെ സ്രാവുകൾ പോലുള്ള ജീവികൾ തിന്നു നശിപ്പിക്കുന്നതായോ ശരീരത്തിലുള്ള കല്ലുകളെ പീരങ്കി കൊണ്ട് വെടിവെച്ച് തകർക്കുന്നതായോ ഒക്കെ രോഗത്തിൻ്റെ സ്വഭാവമനുസരിച്ച് ഭാവനയിൽ മാറ്റം വരുത്താവുന്നതാണ്. ഏത് ഭാവനയായാലും രോഗം മാറിയ അവസ്ഥ മനസ്സിൽ വ്യക്തമായി കാണാൻ കഴിയുക എന്നതിലാണ് വിജയരഹസ്യം കുടികൊള്ളുന്നത്. വിശ്രമ പരിശീലനം. ഈ പരിശീലനത്തിന് സുഖകരമായി കിടക്കയിൽ കിടക്കുകയോ കസേരയിൽ ചാരിയിരിക്കുകയോ ചെയ്യാം. കിടന്നു വിശ്രമിച്ചാൽ ചിലർ സാധാരണ ഉറക്കത്തിലേക്ക് വഴുതി വീഴുന്നതായി കണ്ടിട്ടുണ്ട്. അതിനാൽ അത്തരക്കാർ ചാരിയിരുന്നു കൊണ്ട് ഈ പരിശീലനം ചെയ്യുക. കണ്ണുകൾ അടയ്ക്കുക. ഏതാനും തവണ ദീർഘമായി ശ്വാസമെടുത്ത് സാവകാശം ശ്വാസം പുറത്തേക്ക് വിടുക. അതിനുശേഷം ഇടത്തെ കാൽപാദത്തിലേക്ക് ശ്രദ്ധിക്കുക. കാൽവിരലുകളിൽ കൂടുതൽ ബലം കൊടുത്ത് കാൽപാദം നന്നായി മുറുക്കി പിടിക്കുക.
ഏകദേശം 5 സെക്കൻഡ് സമയം ഈ മുറുക്കം നിലനിർത്തുക. അതിനുശേഷം പെട്ടെന്ന് മുറുക്കം അയച്ചുവിട്ട് ശ്രദ്ധ വലത്തെ കാൽപാദത്തിലേക്ക് കൊണ്ടുവരികയും വലത്തെ കാൽവിരലുകൾക്ക് ബലം കൊടുത്ത് വലത്തെ കാൽപാദത്തിൽ മുറുക്കം സൃഷ്ടിക്കുകയും ചെയ്യുക. ഇപ്പോൾ ഇടത്തെ കാൽപാദം വിശ്രമത്തിലും വലത്തെ കാൽപാദം മുറുക്കത്തിലുമാണ്. വലത്തെ കാലിലെ മുറുക്കം അല്പസമയം നിലനിർത്തിയിട്ട് അത് പെട്ടെന്ന് അയച്ചുവിടുകയും അതേസമയം മനസ്സിൻ്റെ ശ്രദ്ധയെ ഇടതു കാൽവണ്ണയിലേക്ക് കൊണ്ടുവരികയും ആ ഭാഗത്ത് ബലം കൊടുത്ത് ആ ഭാഗത്തെ മാംസപേശികളിൽ മുറുക്കം സൃഷ്ടിക്കുകയും ചെയ്യുക. ഈ മുറുക്കം അല്പസമയം നിലനിർത്തിയിട്ട് പെട്ടെന്ന് അയച്ചുവിടുകയും ശ്രദ്ധ വലത്തെ കാൽവണ്ണയിലേക്ക് മാറ്റി അവിടുത്തെ മാംസപേശികൾ മുറുക്കുകയും ചെയ്യുക. വലത് കാൽവെണ്ണയിലെ മുറുക്കം അല്പം നിലനിർത്തിയിട്ട് പെട്ടെന്ന് അയച്ചുവിടുക. ശ്രദ്ധ ഇടത്തെ തുടയിലേക്ക് കൊണ്ടുവന്ന് അവിടുള്ള മാംസപേശികളിൽ ബലം കൊടുത്ത് അവിടെ മുറുക്കം സൃഷ്ടിക്കുക. അല്പസമയം ഈ മുറുക്കം നിലനിർത്തിയിട്ട് പെട്ടെന്ന് അയച്ചുവിടുക. ശ്രദ്ധ വലത്തെ തുടയിലേക്ക് മാറ്റി അവിടെ മുറുക്കം സൃഷ്ടിക്കുക. വലത്തെ തുടയിൽ അല്പസമയം മുറുക്കം നിലനിർത്തിയിട്ട് ശ്രദ്ധ വയറിൻ്റെ ഭാഗത്തേക്ക് മാറ്റുകയും വലതു തുടയിലെ മുറുക്കം അയച്ചുവിടുകയും അതോടൊപ്പം വയറിലും അതിനു ചുറ്റുമുള്ള പേശികൾ മുറുക്കുകയും ചെയ്യുക. അല്പസമയം ഈ മുറുക്കം നിലനിർത്തിയിട്ട് ശ്രദ്ധ നെഞ്ചിലേക്ക് മാറ്റുകയും വയറിലെ മാംസപേശികളിൽ നിന്ന് മുറുക്കം അയച്ചുവിടുകയും നെഞ്ചിലെ മാംസപേശികൾ മുറുക്കുകയും ചെയ്യുക. നെഞ്ചിൽ അല്പസമയം മുറുക്കം നിലനിർത്തിയിട്ട് അത് അയച്ചുവിടുകയും ശ്രദ്ധ ഇടതു കൈയിലേക്ക് മാറ്റുകയും ചെയ്യുക. അതോടൊപ്പം ഇടതു കൈവിരലുകൾ ചുരുട്ടി മുഷ്ടിയാക്കി ഇടതു കൈയിലുള്ള മാംസപേശികൾ മുഴുവനിലും മുറുക്കം സൃഷ്ടിക്കുക. ഇടതു കൈയിലെ മുറുക്കം അല്പസമയം നിലനിർത്തിയിട്ട് ശ്രദ്ധ വലതുകൈയിലേക്ക് മാറ്റുകയും ഇടതുകൈ അയച്ചുവിടുകയും വലതുകൈ ചുരുട്ടി മുഷ്ടിയാക്കി കൈയിൽ മുഴുവനും മുറുക്കം സൃഷ്ടിക്കുകയും ചെയ്യുക. വലതുകൈയിലെ മുറുക്കം അല്പസമയം നിലനിർത്തിയിട്ട് ശ്രദ്ധയെ ഇരു തോളുകളിലേക്കും മാറ്റുക. ശ്രദ്ധ മാറ്റുമ്പോൾ വലതുകൈയിലെ മുറുക്കം അയച്ചിടണം. ഇതോടൊപ്പം ഇരു തോളുകളും തലയുടെ ഭാഗത്തേക്ക് അല്പം ഉയർത്തി തോളുകളിൽ നല്ല മുറുക്കം സൃഷ്ടിക്കുക. തോളുകളിൽ അല്പസമയം മുറുക്കം നിലനിർത്തിയിട്ട് അത് അയച്ചുവിടുകയും ശ്രദ്ധ കഴുത്തിലേക്ക് മാറ്റുകയും കഴുത്തിലെ മാംസപേശികളിൽ മുറുക്കം സൃഷ്ടിക്കുകയും ചെയ്യുക. അല്പസമയം കഴുത്തിലെ മാംസപേശികളുടെ മുറുക്കം നിലനിർത്തിയിട്ട് ശ്രദ്ധ മുഖത്തേക്ക് മാറ്റുകയും കഴുത്തിലെ മാംസപേശികൾ അയച്ചിടുകയും ചെയ്യുക. കണ്ണുകൾ മുറുക്കിയടച്ച് മുഖത്തുള്ള മാംസപേശികളിൽ മുറുക്കം വരുത്തുക. ആ മുറുക്കം നിലനിർത്തിക്കൊണ്ടു തന്നെ ഇരു കൈയിലെയും വിരലുകൾ ചുരുട്ടി മുഷ്ടിയാക്കുകയും കാൽവിരലുകളിൽ ബലം കൊടുക്കുകയും ചെയ്ത് ശരീരം മുഴുവനും മുറുക്കം സൃഷ്ടിക്കുകയും ചെയ്യുക. കഴിയുന്നത്ര ബലം കൊടുത്ത് ശരീരത്തിൻ്റെ എല്ലായിടത്തും മുറുക്കമുണ്ടെന്ന് ഉറപ്പുവരുത്തുക. ഈ അവസ്ഥയിൽ മനസ്സിൽ 5, 4, 3, 2, 1, 0 എന്നിങ്ങനെ സാവകാശം എണ്ണുക. എണ്ണി 0 എന്ന് വരുമ്പോൾ എല്ലാ മുറുക്കവും പൂർണ്ണമായി അയച്ചുവിടുക. ഇങ്ങനെ അയച്ചുവിടുന്നത് ഒറ്റയടിക്കാവണം, അല്ലാതെ പടിപടിയായി ആവരുത്. ശരീരം ഇപ്പോൾ ഏതാണ്ട് നന്നായി വിശ്രമാവസ്ഥയിലായിരിക്കും. ഈ അവസ്ഥയിൽ കിടന്നുകൊണ്ട് നിങ്ങൾക്കിഷ്ടപ്പെട്ട ഏതെങ്കിലും സ്ഥലം, നിങ്ങൾ സന്ദർശിച്ചിട്ടുള്ള പ്രകൃതിരമണീയമായ സ്ഥലമോ സങ്കല്പത്തിലുള്ളതോ ആവാം, മനസ്സിൽ കാണുക. അവിടുത്തെ കാഴ്ചകളിൽ മനസ്സിനെ വിഹരിക്കാൻ അനുവദിക്കുക. ഏതാനും മിനിറ്റ് ഇങ്ങനെ ചെലവഴിക്കുമ്പോൾ നിങ്ങളുടെ ശരീരവും മനസ്സും മനഃശക്തി പരിശീലനത്തിൻ്റെ അടുത്ത ഘട്ടത്തിന് സജ്ജമായി കഴിയും. ഇനി പറയുന്ന എല്ലാ പരിശീലനങ്ങളുടെയും പ്രാഥമിക പടിയായി ഇതുവരെ ചെയ്യേണ്ടതാണ്. ഇത്രയും ചെയ്തതിനു ശേഷമാണ് ഓരോ സന്ദർഭത്തിനും പറഞ്ഞിരിക്കുന്ന ഭാവന ചെയ്യേണ്ടത്. ഈ ഭാവന ചെയ്തു കഴിഞ്ഞ് ശരീരത്തെ വിശ്രമാവസ്ഥയിൽ നിന്ന് തിരികെ കൊണ്ടുവരേണ്ടതാണ്. തിരികെ വരാൻ വിശ്രമാവസ്ഥയിലായ ശരീരത്തെ പെട്ടെന്ന് സാധാരണ സ്ഥിതിയിലേക്ക് കൊണ്ടുവരുന്നത് അത്ര ആരോഗ്യകരമല്ലാത്തതിനാൽ പടിപടിയായി വിശ്രമത്തിൽ നിന്നും ഉണരുന്നതാണ് നല്ലത്. അതിനായി ആവശ്യമായ ഭാവന ചെയ്തു കഴിഞ്ഞ് ഇങ്ങനെ സ്വയം പറയുക: എൻ്റെ ശരീരം പൂർണ്ണമായി ഉണർച്ചയിലെത്തിയിരിക്കും. 1 എന്ന് മനസ്സിൽ പറയുക. അതോടൊപ്പം 2 കാൽപാദങ്ങളും ഏതാനും തവണ സാവകാശം ചലിപ്പിക്കുക. 2 എന്ന് മനസ്സിൽ പറഞ്ഞുകൊണ്ട് 2 കാൽമുട്ടുകളും അങ്ങോട്ടും ഇങ്ങോട്ടും ചലിപ്പിക്കുക. 3 എന്ന് മനസ്സിൽ പറഞ്ഞുകൊണ്ട് 2 കൈകളും സാവകാശം ചലിപ്പിക്കുക. 4 എന്ന് പറഞ്ഞുകൊണ്ട് മുഖം ഇടത്തോട്ടും വലത്തോട്ടും ചലിപ്പിക്കുക. 5 എന്ന് പറഞ്ഞുകൊണ്ട് കണ്ണു തുറക്കുക. ഇങ്ങനെ പടിപടിയായി വിശ്രമത്തിൽ നിന്നും പുറത്തു വരാം. ഇനി ഓരോ അവസരത്തിലും യോജിച്ച ഏതാനും ഭാവനാചിത്രങ്ങളെ മനസ്സിലാക്കാം. ശുഭദിനം. ഈ പരിശീലനം എല്ലാ ദിവസവും ചെയ്യുകയോ അല്ലെങ്കിൽ തിരഞ്ഞെടുത്ത ഏതെങ്കിലും ദിവസങ്ങളിൽ മാത്രം ചെയ്യുകയോ ആവാം. ദിവസത്തിൻ്റെ തുടക്കത്തിൽ, അതായത് രാവിലെയാണ് ഇത് ചെയ്യേണ്ടത്. അന്നേ ദിവസത്തെ ശരിയായി അഭിമുഖീകരിക്കാനും നമുക്ക് ഏറ്റവും ഉത്തമമായ രീതിയിൽ കാര്യങ്ങൾ സംഭവിക്കാനും ഈ പരിശീലനം സഹായിക്കും.
ശരീരത്തെ വിശ്രമാവസ്ഥയിലെത്തിക്കുക. ശരീരം വിശ്രമാവസ്ഥയിലെത്തി എന്നുറപ്പായതിനു ശേഷം ഒരു ക്ലോക്ക് ഭാവനയിൽ കാണുക. ആ ക്ലോക്കിൻ്റെ സൂചി രാവിലെ 9 മണിയിൽ നിൽക്കുന്നു. നിങ്ങളുടെ ദൈനംദിന പ്രവൃത്തികൾ, അതായത് ജോലി, കച്ചവടം തുടങ്ങിയവ ആരംഭിക്കുന്നത് 9 മണിക്കാണ് എന്ന സങ്കല്പത്തിലാണ് ഈ സമയം നിർദ്ദേശിച്ചത്. നിങ്ങളുടെ പ്രത്യേക സാഹചര്യത്തിനനുസരിച്ച് ഇവിടെ മാറ്റം വരുത്താവുന്നതാണ്. ആ സമയത്ത് സംഭവിക്കണമെന്ന് ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ സംഭവിച്ചതായി ഭാവനയിൽ കാണുക. അതായത് കൃത്യസമയത്ത് ബസ് കിട്ടുന്നതോ, തടസ്സങ്ങളില്ലാതെ വാഹനം ഓടിച്ച് ലക്ഷ്യസ്ഥാനത്തെത്തുന്നതോ, ശരിയായി ആശയവിനിമയം ചെയ്യുന്നതോ ഒക്കെയാവാം ഇങ്ങനെ ഭാവനയിൽ കാണുന്നത്. ക്ലോക്കിൻ്റെ സൂചി അടുത്ത മണിക്കൂറിനെ സൂചിപ്പിക്കുന്നതായി മനസ്സിൽ കാണുക. ആ സമയത്ത് സംഭവിക്കാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ സംഭവിച്ചതായി ഭാവനയിൽ കാണുക. ഇങ്ങനെ വൈകുന്നേരം വരെയുള്ള ഓരോ മണിക്കൂറിലും നിങ്ങൾക്ക് അനുകൂലമായി സംഭവങ്ങൾ നടക്കുന്നത് ഭാവനയിൽ വ്യക്തമായി കാണുക. അതിനുശേഷം മുൻപറഞ്ഞ വിധത്തിൽ വിശ്രമങ്ങളിൽ നിന്നും ഉണരുക. മുകളിൽ കൊടുത്ത പരിശീലനം വളരെ ലളിതമാണെങ്കിലും അതിൻ്റെ പ്രയോജനം വളരെ അത്ഭുതാവഹമാണ്. ഒരു ദിവസത്തെ ശുഭദിനമാക്കി മാറ്റുവാനുള്ള അത്ഭുത ശക്തിയുള്ളതാണ് ഈ പരിശീലനമെന്നത് ഇത് കൃത്യമായി ചെയ്യുമ്പോൾ നിങ്ങൾക്ക് സ്വയം വ്യക്തമാകും. ഈ ശക്തി എന്താണ് എന്ന് പറയാൻ എനിക്ക് കഴിയില്ല, പക്ഷേ അങ്ങനെ ഒന്ന് ഉണ്ട് എന്ന് മാത്രം എനിക്കറിയാം എന്നാണ് അലക്സാണ്ടർ ഗ്രഹാം ബെൽ രഹസ്യത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. ജാക്ക് കാൻഫീൽഡ് പറഞ്ഞിരിക്കുന്നത്, എങ്ങനെ എന്നത് ആലോചിച്ച് കണ്ടെത്തലല്ല നമ്മുടെ ജോലി, എന്ത് എന്നതിനോട് പ്രതിബദ്ധതയും വിശ്വാസവും ഉണ്ടെങ്കിൽ എങ്ങനെ എന്നത് ഉരുത്തിരിഞ്ഞു വരും എന്നാണ്. മൈക്ക് ഡൂളി, എങ്ങനെ എന്നത് പ്രപഞ്ചത്തിൻ്റെ സ്വാധീന മണ്ഡലമാണ്. നിങ്ങൾക്കും നിങ്ങളുടെ സ്വപ്നത്തിനുമിടയിലുള്ള ഏറ്റവും എളുപ്പമുള്ള, ഏറ്റവും വേഗത്തിലെത്തുന്ന വഴി ഏതാണ് എന്ന് അതിനറിയാം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഡോക്ടർ ജോ വിറ്റാലെ പറഞ്ഞിരിക്കുന്നത്, നിങ്ങളത് പ്രപഞ്ചത്തെ ഏൽപ്പിച്ചാൽ പ്രപഞ്ചം നിങ്ങൾക്ക് തിരിച്ചു കൊണ്ടുതരുന്നത് നിങ്ങളെ അത്ഭുതപ്പെടുത്തുകയും അമ്പരപ്പിക്കുകയും ചെയ്യും. ഇവിടെയാണ് അത്ഭുതങ്ങൾ സംഭവിക്കുന്നത് എന്നാണ്. നിങ്ങളൊരു ഉൾക്കാഴ്ച കാണുമ്പോൾ നിങ്ങൾ രംഗത്ത് കൊണ്ടുവരുന്ന ഘടകങ്ങൾ എന്തൊക്കെയായിരിക്കുമെന്ന് രഹസ്യം പഠിപ്പിക്കുന്ന അധ്യാപകർക്കെല്ലാം അറിയാം. നിങ്ങൾ മനസ്സിലൊരു ചിത്രം കാണുകയും അത് അനുഭവിക്കുകയും ചെയ്യുമ്പോൾ ഇപ്പോൾ നിങ്ങൾക്ക് അത് ഉണ്ട് എന്ന് വിശ്വസിക്കുന്ന ഒരു സ്ഥാനത്തേക്ക് നിങ്ങൾ സ്വയം കൊണ്ടെത്തിക്കുന്നു. എങ്ങനെ ഇത് സംഭവ്യമാകും എന്നതിനെക്കുറിച്ച് ഒട്ടും ചിന്തിക്കാതെ അന്തിമ ഫലത്തിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിനാൽ പ്രപഞ്ചത്തിൽ നിങ്ങൾക്കുള്ള അടിയുറച്ച വിശ്വാസം പ്രയോഗത്തിൽ കൊണ്ടുവരികയാണ്. ആ കാര്യം നടന്നു എന്ന് കാണുന്നതാണ് മനസ്സിൽ നിങ്ങൾ ഉണ്ടാക്കുന്ന ചിത്രം. ആ കാര്യം നടന്നു എന്ന് കാണുന്നതാണ് നിങ്ങളുടെ വികാരം. നിങ്ങളുടെ മനസ്സും ശരീരവും നിങ്ങളുടെ അസ്തിത്വം മുഴുവനും ആ കാര്യം സംഭവിച്ചു കഴിഞ്ഞതായി കാണുകയാണ്. അതാണ് മനോദൃശ്യം എന്ന കല. ഡോക്ടർ ജോ വിറ്റാലെ പറഞ്ഞു, ഇത് ഫലത്തിൽ എല്ലാ ദിവസവും നിങ്ങൾ ചെയ്യണം, പക്ഷേ അതൊരു മടുപ്പിക്കുന്ന ദിനചര്യയായി മാറരുത്. രഹസ്യത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനം സുഖാനുഭവമുണ്ടാവുക എന്നതാണ്. ഈ പ്രക്രിയ കൊണ്ട് നിങ്ങൾക്ക് അത്യാനന്ദം അനുഭവപ്പെടണം. നിങ്ങൾക്ക് കഴിയാവുന്നത്ര സുഖവും സമാധാനവും സന്തോഷവും ഉണ്ടാകണം. മനോദൃശ്യം കാണാനുള്ള കഴിവ് എല്ലാവർക്കുമുണ്ട്. ഒരു അടുക്കളയുടെ ചിത്രം കൊണ്ട് ഞാനിത് തെളിയിച്ചു തരാം. ഇത് നടക്കണമെങ്കിൽ നിങ്ങളുടെ അടുക്കളയെക്കുറിച്ചുള്ള എല്ലാ ചിന്തകളും നിങ്ങളുടെ മനസ്സിൽ നിന്ന് എടുത്തു മാറ്റണം. നിങ്ങളുടെ അടുക്കളയെക്കുറിച്ച് ഒട്ടും ആലോചിക്കരുത്. നിങ്ങളുടെ അടുക്കളയുടെ ചിത്രങ്ങൾ മുഴുവൻ, അലമാരകൾ, ഫ്രിഡ്ജ്, അടുപ്പ്, ലൈറ്റുകൾ, ചുവരിലെ നിറങ്ങൾ എല്ലാം മനസ്സിൽ നിന്ന് പൂർണ്ണമായി തുടച്ചു മാറ്റണം. ഇപ്പോൾ നിങ്ങൾ വാസ്തവത്തിൽ അടുക്കളയുടെ ഒരു ചിത്രം മനസ്സിൽ കണ്ടില്ലേ? അതുതന്നെയാണ് നിങ്ങളുടെ മനോദൃശ്യം. എല്ലാവർക്കും അറിഞ്ഞോ അറിയാതെയോ മനോദൃശ്യങ്ങൾ ഉണ്ടാകും. മനോദൃശ്യങ്ങളാണ് വിജയത്തിൻ്റെ പരമമായ രഹസ്യമെന്നാണ് ജനേവ് ബെഹ്റൻഡ് പറഞ്ഞിട്ടുള്ളത്. ഡോക്ടർ ജോൺ ഡിമാർട്ടിനി പ്രതിബന്ധങ്ങളെ തരണം ചെയ്യുന്ന അനുഭവത്തെക്കുറിച്ചുള്ള അദ്ദേഹത്തിൻ്റെ സെമിനാറുകളിൽ മനോദൃശ്യങ്ങളെക്കുറിച്ചുള്ള ചില അറിവുകൾ പറയാറുണ്ട്. നിങ്ങൾ മനസ്സിൽ ഒരു നിശ്ചല ചിത്രം സൃഷ്ടിച്ചാൽ അതിനെ മനസ്സിൽ പിടിച്ചു നിർത്താൻ പ്രയാസമായിരിക്കും. അതിനാൽ ധാരാളം ചലനമുള്ള ഒരു ദൃശ്യമായിരിക്കണം സൃഷ്ടിക്കേണ്ടത് എന്ന് അദ്ദേഹം പറയുന്നു. ഇത് വ്യക്തമാക്കുവാൻ ഒരിക്കൽ കൂടി നിങ്ങളുടെ അടുക്കള മനസ്സിൽ സങ്കല്പിക്കുക. ഇത്തവണ നിങ്ങൾ അടുക്കളയിലേക്ക് പ്രവേശിക്കുന്നതും ഫ്രിഡ്ജിനടുത്തേക്ക് നടക്കുന്നതും അത് തുറക്കുന്നതും അതിനകത്ത് തിരയുന്നതും സങ്കല്പിക്കുക. കൈനീട്ടി ആ വെള്ളത്തിൻ്റെ കുപ്പി എടുക്കുക. ഇപ്പോൾ നിങ്ങൾക്ക് കുപ്പിയുടെ തണുപ്പ് അനുഭവപ്പെടുന്നു. ഇപ്പോൾ നിങ്ങളുടെ ഒരു കൈയിൽ വെള്ളത്തിൻ്റെ കുപ്പിയുണ്ട്, മറ്റേ കൈകൊണ്ട് ഫ്രിഡ്ജ് അടയ്ക്കുന്നു. നിങ്ങളുടെ അടുക്കള എല്ലാ വിശദാംശങ്ങളോടും ചലനങ്ങളോടും കൂടി മനസ്സിൽ കാണുമ്പോൾ ആ ദൃശ്യം മനസ്സിൽ സൂക്ഷിക്കാൻ കുറേ കൂടി എളുപ്പം തോന്നില്ലേ? നമുക്കറിയാത്ത ഒട്ടേറെ ശക്തികളും സാധ്യതകളും നമ്മളിലുണ്ട്.
അക്കൂട്ടത്തിൽ അതിവിശിഷ്ടമായ ഒന്നാണ് മനോദൃശ്യം എന്ന് ജനേവ് ബെഹ്റണ്ട് വീണ്ടും പറഞ്ഞു വയ്ക്കുന്നു. സുശക്തമായ പ്രക്രിയയുടെ പ്രവർത്തന രീതി. മാർഷി ഷിമോഫ് പറഞ്ഞിട്ടുള്ളത്, ജീവിതത്തിൻ്റെ മാസ്മരിക ശക്തി അറിഞ്ഞു ജീവിക്കുന്നവരും അല്ലാത്തവരും തമ്മിൽ ഉള്ള ഒരേ ഒരു വ്യത്യാസം, ജീവിതത്തിൻ്റെ മാസ്മരിക ശക്തിയുടെ വഴിയിൽ ജീവിക്കുന്നവർക്ക് ജീവിതത്തിന് പരിശീലിതമായ ചിട്ടയുണ്ട് എന്നതാണ്. ആകർഷണ തത്വം ഉപയോഗിക്കുന്നത് അവർക്കൊരു ശീലമാണ്. അവരുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ എപ്പോഴും സംഭവിക്കും. കാരണം അവർ ഇത് ഓർമ്മയോടെ പ്രയോഗിക്കും. ഒരു തവണ മാത്രം പരീക്ഷിച്ച് വിട്ടുകളയുകയുമില്ല. ജോൺ അസറഫ് പറഞ്ഞിട്ടുള്ളത്, ആകർഷണ നിയമം മനസ്സിലാക്കിയ ശേഷം ഞാൻ അതിനെ ഉപയോഗിക്കാനും എന്ത് സംഭവിക്കുന്നു എന്ന് കണ്ടറിയാനും തീരുമാനിച്ചു. 1995 ഞാൻ വിഷൻ ബോർഡ് അഥവാ മനോദൃശ്യ ഫലകം എന്ന് പറയാവുന്ന ഒന്നുണ്ടാക്കാൻ തുടങ്ങി. അതിന്മേൽ ഞാൻ സ്വന്തമാക്കാൻ അല്ലെങ്കിൽ ആകർഷിക്കാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങളുടെ ഒരു കാർ, ഒരു വാച്ച്, അല്ലെങ്കിൽ എൻ്റെ സ്വപ്നത്തിലെ ആത്മമിത്രം എന്നിങ്ങനെ ചിത്രം പതിപ്പിച്ചു വയ്ക്കും. എല്ലാ ദിവസവും ഞാൻ എൻ്റെ ഓഫീസിലിരിക്കുമ്പോൾ അതിലേക്ക് നോക്കിക്കൊണ്ട് മനോദൃശ്യത്തിൽ ആ ദൃശ്യം സൃഷ്ടിക്കും. അത് എനിക്ക് സ്വന്തമായി കഴിഞ്ഞു എന്ന അവസ്ഥയിലേക്ക് ഞാൻ എത്തിച്ചേരും. ഞാൻ വീട് മാറാൻ തയ്യാറെടുക്കുകയായിരുന്നു. ഫർണിച്ചറുകളും വീട്ടുസാധനങ്ങളും പെട്ടികളും എല്ലാം ഒതുക്കി ഒരിടത്ത് സൂക്ഷിച്ചു. 5 വർഷത്തിനിടയിൽ ഞാൻ 3 തവണ സ്ഥലം മാറി. അവസാനം കാലിഫോർണിയയിലെ ഒരു വീട് വാങ്ങി. 1 കൊല്ലം കൊണ്ട് ആ വീട്ടിൽ ആവശ്യമായ പരിഷ്കാരങ്ങളും മാറ്റങ്ങളും പൂർത്തിയാക്കി. അതിനുശേഷം 5 കൊല്ലം മുമ്പ് താമസിച്ചിരുന്ന വീട്ടിൽ സൂക്ഷിച്ചിരുന്ന സാധനങ്ങളെല്ലാം കൊണ്ടുവന്നു. ഒരു ദിവസം എൻ്റെ മകൻ എൻ്റെ ഓഫീസിൽ വന്നു. 5 വർഷം മുമ്പ് പൂട്ടിവെച്ച പെട്ടികളിൽ ഒന്ന് അപ്പോഴും വാതിൽക്കൽ കിടപ്പുണ്ടായിരുന്നു. ആ പെട്ടികളിലൊക്കെ എന്താണച്ചാ എന്നവൻ ചോദിച്ചു. അതിലെൻ്റെ മനോദൃശ്യ ഫലകങ്ങളാണെന്ന് പറഞ്ഞപ്പോൾ, അങ്ങനെ പറഞ്ഞാൽ എന്തെന്നായി അവൻ. ഞാൻ പറഞ്ഞു, അതിലാണ് ഞാൻ എൻ്റെ ജീവിത ലക്ഷ്യങ്ങൾ പതിപ്പിച്ചു വയ്ക്കുന്നത്. അതെല്ലാം ഞാൻ വെട്ടിയെടുത്ത് അതിലൊട്ടിക്കും. എനിക്ക് ജീവിതത്തിൽ നേടേണ്ട കാര്യങ്ങൾ. 5.5 വയസ്സുകാരനായ അവന് അത് മനസ്സിലാവില്ല. അതിനാൽ ഞാൻ പറഞ്ഞു, വരൂ, ഞാൻ കാണിച്ചു തരാം. അതാണ് ഏറ്റവും എളുപ്പവഴി. ഞാൻ ആ പെട്ടി തുറന്നു. ഒരു ബോർഡിൽ ഞാൻ 5 വർഷം മുമ്പ് മനസ്സിൽ കണ്ട വീടിൻ്റെ ചിത്രമുണ്ടായിരുന്നു. ആ ചിത്രം കണ്ടപ്പോൾ ഞാൻ ശരിക്കും ഞെട്ടിപ്പോയി. കാരണം അത് ഞാനിപ്പോൾ താമസിക്കുന്ന വീടിൻ്റെ ചിത്രം തന്നെയായിരുന്നു. അതുപോലെയുള്ളൊരു വീടല്ല, ഞാൻ സ്വപ്നം കണ്ടിരുന്ന അതേ വീട് തന്നെയാണ് ഞാനിപ്പോൾ വാങ്ങി നവീകരിച്ച് താമസിക്കുന്നത് എന്ന് ഞാൻ അറിഞ്ഞിരുന്നില്ല. വീണ്ടും ആ ചിത്രത്തിലേക്ക് നോക്കിയപ്പോൾ ഞാൻ കരഞ്ഞുപോയി. എന്തിനാ കരയുന്നത്? മകൻ ചോദിച്ചു. ആകർഷണ നിയമം എങ്ങനെ പ്രവർത്തിക്കുന്നു എന്ന് അവസാനം എനിക്ക് മനസ്സിലായി. മനോദൃശ്യത്തിൻ്റെ ശക്തി എന്താണെന്ന് അവസാനം എനിക്ക് മനസ്സിലായി. ഞാൻ വായിച്ചതെല്ലാം, ഞാൻ പ്രവർത്തിച്ചതെല്ലാം, ഞാൻ സ്ഥാപനങ്ങൾ നിർമ്മിച്ചതെങ്ങനെ എന്നെല്ലാം അവസാനം എനിക്ക് മനസ്സിലായി. ഭാവന, അതാണ് എല്ലാം. വരാൻ പോകുന്ന വിശേഷണങ്ങളുടെ ദീർഘദർശനമാണത് എന്നാണ് ആൽബർട്ട് ഐൻസ്റ്റീൻ പറഞ്ഞിരിക്കുന്നത്. ഒരു മനോദൃശ്യ ഫലകത്തിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഭാവനയെ കയറൂരി വിടാം. നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളുടെ ജീവിതം എങ്ങനെയായിരിക്കണമെന്ന് ആഗ്രഹിക്കുന്നുവോ അതിൻ്റെ എല്ലാം ചിത്രങ്ങൾ അതിൽ പതിപ്പിച്ചു വയ്ക്കാം. ജോൺ അസറഫ് ചെയ്തതുപോലെ നിങ്ങളും ഈ ഫലകം ദിവസവും നിങ്ങൾക്ക് കാണാൻ കഴിയുന്ന സ്ഥാനത്ത് സ്ഥാപിക്കുക. നിങ്ങൾക്ക് ആഗ്രഹിച്ചത് കിട്ടി എന്ന പോലുള്ള വികാരം അനുഭവിക്കുക. നിങ്ങൾക്കത് കിട്ടുമ്പോൾ, കിട്ടിയതിന് കൃതജ്ഞത തോന്നുമ്പോൾ ആ ചിത്രങ്ങൾ എടുത്ത് മാറ്റി പുതിയ ചിത്രങ്ങൾ പതിക്കാം. കുട്ടികൾക്ക് ആകർഷണ നിയമം പഠിപ്പിച്ചു കൊടുക്കാനുള്ള രസകരമായ ഒരു മാർഗമാണിത്. ഒരു വിഷൻ ബോർഡ് അഥവാ മനോദൃശ്യ ഫലകമുണ്ടാക്കുക എന്ന ആശയം ലോകത്തെമ്പാടുമുള്ള അധ്യാപകർക്കും രക്ഷിതാക്കൾക്കും ഒരു പ്രചോദനമാകട്ടെ എന്ന് ഞാൻ ആശിക്കുന്നു. നിങ്ങളുടെ നെഗറ്റീവ് ചിന്തകളെ ഒഴിവാക്കി പോസിറ്റീവ് ചിന്തകളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാനും വിജയത്തിലേക്ക് കുതിച്ചുപായാനുമുള്ള ആത്മവിശ്വാസം ലഭിക്കുന്നതിനും ലോകത്തെ പ്രമുഖ മോട്ടിവേഷൻ ഗുരുക്കന്മാർ അംഗീകരിച്ച മാർഗമാണ് വിഷൻ ബോർഡ് ക്രിയേഷൻ. ഇതിൻ്റെ അടിസ്ഥാന തത്വങ്ങൾ മനസ്സിലാക്കിയാൽ നിങ്ങൾക്കും ഒരു വിഷൻ ബോർഡ് സ്വയം നിർമ്മിക്കാൻ കഴിയും. അതിനുള്ള ടെക്നിക്കുകളാണ് ഇനി പറയാൻ പോകുന്നത്. ശ്രദ്ധിച്ചു കേൾക്കുക. ഐ ക്യാൻ പവർ ഓഫ് വേർഡ്. യെസ്, നിങ്ങൾക്കും കഴിയും. അതിനായുള്ള കുറച്ചു കാര്യങ്ങൾ ഇതാ. നിങ്ങളുടെ ഭാവി ദൃശ്യവൽക്കരിക്കാനുള്ള സമയമാണിത്. ഒരു വിഷൻ ബോർഡ് നിങ്ങളുടെ അഭിനിവേശങ്ങൾ, ആശയങ്ങൾ, ലക്ഷ്യങ്ങൾ എന്നിവയ്ക്കുള്ള ഒരു ക്രിയേറ്റീവ് ഔട്ട്ലെറ്റ് മാത്രമല്ല, നിങ്ങളുടെ സ്വപ്നങ്ങൾ നേടുന്നതിനുള്ള ശക്തമായ ഉപകരണം കൂടിയാണിത്. ഇത് പ്രചോദനത്തിനും ലക്ഷ്യപ്രാപ്തി നേടുന്നതിനുമുള്ള ഒരു ടൂൾസാണ്. സ്വയം നിരന്തരം വിലയിരുത്താൻ സഹായിക്കുന്ന ഒരു ഉപകരണമാണ്. നിങ്ങൾ ജീവിക്കാൻ താല്പര്യപ്പെടുന്ന ഭാവിയെ രൂപപ്പെടുത്തുകയും പുനർനിർമ്മിക്കുകയും ചെയ്യുന്നതിനനുസരിച്ച് ഇത് നിർമ്മിക്കുകയും അതിൽ പടുത്തുയർത്തുകയും ചെയ്യുക.
വിഷൻ ബോർഡ് നിർമ്മിക്കേണ്ടത് നിങ്ങളുടെ ലക്ഷ്യങ്ങൾ പരിഷ്കരിക്കാനും മുൻഗണന നൽകാനും വിഷൻ ബോർഡുകൾ സഹായിക്കുന്നു. വിഷൻ ബോർഡുകൾ നിങ്ങളുടെ സ്വപ്നങ്ങളുടെ പ്രതിദിന ഓർമ്മപ്പെടുത്തലുകൾ നൽകുന്നു. സ്തംഭനാവസ്ഥ ഒഴിവാക്കാൻ വിഷൻ ബോർഡ് സഹായിക്കുന്നു. നിങ്ങൾക്ക് സ്വയം ഒരു വിഷൻ ബോർഡ് ഉണ്ടാക്കാനുള്ള ലളിതമായ ചില ടിപ്സുകൾ ഇനി പറയുന്നു. നിങ്ങളുടെ ലക്ഷ്യങ്ങൾ കടലാസിൽ എഴുതുക. നിങ്ങൾക്ക് ധാരാളം ലക്ഷ്യങ്ങൾ കാണും. അവയൊക്കെ എഴുതുക. എന്നിട്ട് അവയിൽ നിന്നും ഒരെണ്ണം മാത്രം സെലക്ട് ചെയ്ത് അതിൽ ഫോക്കസ് ചെയ്യുക. നമുക്ക് 100 ലക്ഷ്യങ്ങളുണ്ടെങ്കിൽ നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട നമ്മുടെ പാഷനായ ലക്ഷ്യം നേടുന്നതിന് വേണ്ടി 99 ലക്ഷ്യങ്ങളെയും ഒഴിവാക്കുകയും ഒറ്റ ലക്ഷ്യത്തിൽ മാത്രം ഫോക്കസ് ചെയ്യുകയും ചെയ്യണം. നിങ്ങൾക്ക് കൂടുതൽ വ്യക്തമായ ഫലങ്ങൾ വേണമെങ്കിൽ വ്യക്തമായ ടൈം ടേബിൾ ഉപയോഗിച്ച് ഒരു വിഷൻ ബോർഡ് സൃഷ്ടിക്കുക. ഇതുവഴി നിങ്ങൾക്ക് പ്രാധാന്യത്തെ റാങ്ക് ചെയ്യാനും ഓരോ ലക്ഷ്യത്തിൻ്റെയും അടിയന്തരത കൃത്യമായി വിലയിരുത്താനും കഴിയും. അടുത്ത 12 മാസത്തിനുള്ളിൽ അല്ലെങ്കിൽ അടുത്ത 5 വർഷത്തിനുള്ളിൽ നിങ്ങൾ നേടാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നിങ്ങളുടെ പട്ടികയിൽ ഉൾപ്പെടുത്താം. നിങ്ങളുടെ സ്വപ്നങ്ങളെ മികച്ച രീതിയിൽ പ്രതിനിധീകരിക്കുന്ന ചിത്രങ്ങൾ ശേഖരിക്കുക. നിങ്ങളുടെ ലക്ഷ്യങ്ങളുടെ വ്യക്തവും സമഗ്രവുമായ ഒരു പട്ടിക തയ്യാറാക്കി കഴിഞ്ഞാൽ അടുത്ത ലക്ഷ്യം നിങ്ങളുടെ ബോർഡിൽ അവ എങ്ങനെ ദൃശ്യപരമായി പ്രതിനിധീകരിക്കാമെന്ന് നിർണ്ണയിക്കുന്നു. നിങ്ങൾക്ക് ചിത്രങ്ങൾ ഓൺലൈനിൽ കണ്ടെത്തണമെങ്കിൽ നിങ്ങൾക്ക് ഗൂഗിൾ ഇമേജുകൾ, പിന്ററസ്റ്റ്, ഇൻസ്റ്റഗ്രാം അല്ലെങ്കിൽ സ്റ്റോക്ക് ഫോട്ടോ സൈറ്റുകൾ പരിശോധിക്കാൻ കഴിയും. നിങ്ങളുടെ ഫോട്ടോകളിൽ ഒരു കൊളാഷ് ഉണ്ടാക്കുക. മതിയായ ഫോട്ടോകൾ ശേഖരിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവ ഒരു ഡിസ്പ്ലേ ബോർഡിൽ ക്രമീകരിക്കാൻ ആരംഭിക്കാം. നിങ്ങളുടെ സ്വപ്ന ദൃശ്യവൽക്കരണത്തിനായി നിങ്ങൾക്ക് ഒരു കോർക്ക് ബോർഡ്, ഒരു ചിത്രീകരണ ബോർഡ് അല്ലെങ്കിൽ ചോക്ക് ബോർഡ് ഉപയോഗിക്കാം. നിങ്ങളുടെ ലക്ഷ്യങ്ങൾക്ക് നിങ്ങൾ എങ്ങനെ മുൻഗണന നൽകി എന്നതിനെ അടിസ്ഥാനമാക്കി നിങ്ങളുടെ ഫോട്ടോകൾ ക്രമീകരിക്കാൻ കഴിയും. നിങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങൾ ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥലങ്ങളിൽ ഇടുക. നിങ്ങളുടെ ബോർഡ് കൂടുതൽ വ്യക്തിഗതമാക്കുന്നതിന് വർണ്ണ പേപ്പർ, സ്റ്റിക്കറുകൾ അല്ലെങ്കിൽ തിളക്കം പോലുള്ള വ്യത്യസ്ത അലങ്കാരങ്ങൾ നിങ്ങളുടെ ഫോട്ടോകൾക്ക് ചുറ്റും അല്ലെങ്കിൽ ഫോട്ടോകളിൽ ചേർക്കാം. പ്രചോദനാത്മക സ്ഥിരീകരണ വാക്കുകൾ ചേർക്കുക. നിങ്ങളുടെ ബോർഡിൽ ഫോട്ടോകൾ ഉറപ്പിച്ചു കഴിഞ്ഞാൽ കൂടുതൽ ആഴവും ഘടനയും ചേർക്കേണ്ട സമയമാണിത്. നിങ്ങളുടെ ദർശന ബോർഡുകൾ നിങ്ങളുടെ അനുയോജ്യമായ ഭാവിയുടെ ചിത്രങ്ങളിൽ മാത്രമായി പരിമിതപ്പെടുത്തരുത്. ഇത് നിങ്ങളുമായി ഒരു വൈകാരിക തലത്തിൽ ബന്ധിപ്പിക്കണം. ഇത് ചെയ്യുന്നതിന് നിങ്ങൾക്ക് വ്യക്തിപരമായി തിരഞ്ഞെടുത്ത അല്ലെങ്കിൽ എഴുതിയ മോട്ടിവേഷണൽ വാക്കുകളും സ്ഥിരീകരണങ്ങളും ചേർക്കാൻ കഴിയും. ഈ പ്രസ്താവനകൾ നിങ്ങൾ ശേഖരിച്ച ഫോട്ടോകളുടെ സാധ്യത വർദ്ധിപ്പിക്കും. പ്രിയമുള്ള പ്രേക്ഷകരെ, നിങ്ങൾക്ക് രഹസ്യത്തിൻ്റെ പൊരുളും അത് പ്രയോഗിക്കേണ്ട വിധവും സംബന്ധിച്ച് ഏകദേശ ധാരണ ഉണ്ടായി കാണുമെന്ന് വിശ്വസിക്കുന്നു. എല്ലാവർക്കും നന്മയുണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു. അലാവുദ്ദീനും അത്ഭുത വിളക്കും. ഈ കഥ കേട്ടിട്ടില്ലാത്തവർ ചുരുക്കമായിരിക്കും. അലാവുദ്ദീൻ തൻ്റെ കൈവശമുള്ള അത്ഭുത വിളക്ക് ഒന്ന് തുടച്ച് വൃത്തിയാക്കിയ ശേഷം ഭൂതം പ്രത്യക്ഷപ്പെടട്ടെ എന്ന് മനസ്സിൽ ചിന്തിച്ചാൽ ഉടൻ തന്നെ ഭൂതം പ്രത്യക്ഷപ്പെടും. ആവശ്യപ്പെടുന്നത് എന്തും സാധിച്ചു കൊടുക്കുന്ന ഭൂതം. ഇത്തരത്തിൽ ആഗ്രഹിക്കുന്നതെന്തും സാധിച്ചു കൊടുക്കുന്ന ഒരു അത്ഭുത വിളക്കും ഭൂതവും ലഭിച്ചെങ്കിൽ എന്ന് ആഗ്രഹിക്കാത്തവർ ചുരുക്കമായിരിക്കും. എന്നാൽ നിങ്ങളുടെ കൈവശം തന്നെയുള്ള അത്ഭുത വിളക്ക് തുടച്ചു വൃത്തിയാക്കാതെ പുറമേ അന്വേഷിച്ച് നടക്കുകയാണ് ഭൂരിപക്ഷം മനുഷ്യരും. ഈ രഹസ്യം തിരിച്ചറിഞ്ഞവർ തന്നെ അത് പ്രയോഗിക്കാൻ അറിയാതെ നിസ്സംഗരായി നിൽക്കുകയാണ്. നിങ്ങൾ ആഗ്രഹിക്കുന്നതെന്തും സ്ഥാപിച്ചെടുക്കാൻ വെറുതെ ചിന്തിച്ചിരുന്നാൽ മാത്രം സാധിക്കുകയില്ല. അതിന് 3 ഘട്ടങ്ങളിലൂടെ കടന്നു പോകണമെന്നാണ് ദ സീക്രട്ട് എന്ന ഗ്രന്ഥത്തിലൂടെ റോണ്ട ബേൺ ഉദാഹരണങ്ങൾ സഹിതം ചൂണ്ടിക്കാണിക്കുന്നത്. ആ ഘട്ടങ്ങൾ ഏതൊക്കെയാണ് എന്നാണ് ഈ പ്രോഗ്രാമിൽ പരിശോധിക്കുന്നത്. രഹസ്യം ഉപയോഗിക്കുന്നത് എങ്ങനെ? നിങ്ങൾ ഒരു സൃഷ്ടാവാണ്. ആകർഷണ നിയമം ഉപയോഗിച്ച് സൃഷ്ടി നടത്തുവാൻ വളരെ എളുപ്പമായ ഒരു പ്രക്രിയയുണ്ട്. മഹാന്മാരായ ആചാര്യന്മാരും അവതാരങ്ങളും അവരുടെ സൃഷ്ടികളിലൂടെ വൈവിധ്യമാർന്ന രൂപങ്ങളിൽ അത് നമുക്ക് കാണിച്ചു തന്നിട്ടുമുണ്ട്. ചില ആചാര്യന്മാർ പ്രപഞ്ചം എങ്ങനെ പ്രവർത്തിക്കുന്നു എന്ന് ചിത്രീകരിക്കാനായി കഥകൾ രചിച്ചു. ആ കഥകളിൽ അടങ്ങിയിരിക്കുന്ന വിജ്ഞാനം നൂറ്റാണ്ടുകളിലൂടെ കൈമാറി വന്നു. അവ ഇതിഹാസങ്ങളായി. ഈ കഥകളിലെ സത്തയാണ് ജീവിതത്തിന്റെ സത്യമെന്ന് ഇന്നു ജീവിച്ചിരിക്കുന്ന പലരും തിരിച്ചറിയുന്നില്ല. ജെയിംസ് റേ പറഞ്ഞിരിക്കുന്നത്, അലാവുദ്ദീനെയും അത്ഭുത വിളക്കിനെയും കുറിച്ച് ചിന്തിച്ചു നോക്കൂ. അലാവുദ്ദീൻ വിളക്ക് കയ്യിലെടുത്ത് മെല്ലെ തുടയ്ക്കുമ്പോൾ അതിൽ നിന്നും ഭൂതം പ്രത്യക്ഷപ്പെടുന്നു. ഭൂതം എപ്പോഴും പറയുക ഇതാണ്: താങ്കളുടെ ആഗ്രഹം എനിക്കുള്ള കൽപ്പനയാണ്. ഇപ്പോൾ പ്രചാരത്തിലുള്ള കഥയിൽ 3 ആഗ്രഹങ്ങളാണ് സാധിക്കുക. എന്നാൽ കഥയുടെ യഥാർത്ഥ രൂപത്തിൽ ആഗ്രഹങ്ങൾക്ക് പരിധിയെ നിശ്ചയിച്ചിട്ടില്ല. അതിനെക്കുറിച്ച് ചിന്തിക്കൂ. ആ ഭാവനയെ നമ്മുടെ ജീവിതത്തിൽ പ്രയോഗിച്ചു നോക്കാം. ഓർക്കുക,
അലാവുദ്ദീൻ എപ്പോഴും തനിക്ക് ആഗ്രഹമുള്ളത് ചോദിച്ചു വാങ്ങുന്ന ആളാണ്. ഈ മഹാപ്രപഞ്ചമുണ്ട്, അതാണ് ഭൂതം. പല കാലങ്ങളിൽ പല സംസ്കാരങ്ങളിൽ അതിനു പല പേരുകൾ നൽകി. നിങ്ങളെ കാത്തുരക്ഷിക്കുന്ന മാലാഖ, നിങ്ങളുടെ തന്നെ ഉന്നതമായ സ്വത്വം, എന്തു പേരിട്ടാലും കൊള്ളാം. നിങ്ങൾക്ക് സൗകര്യമായത് ഏതോ ആ പേര് തിരഞ്ഞെടുക്കാം. പക്ഷേ ഏതു കാലത്തും ഏതു സംസ്കാരത്തിലും ഒരു കാര്യം വ്യക്തമാക്കിയിട്ടുണ്ട്: നമ്മളെക്കാൾ വലുതായ എന്തോ ഒന്നുണ്ടെന്ന്. ആ ഭൂതം എപ്പോഴും പറയുന്നത് എന്താണ്? താങ്കളുടെ ആഗ്രഹം എനിക്കുള്ള കൽപ്പനയാണ്. നിങ്ങളുടെ ജീവിതം, അതിലുള്ളതെല്ലാം നിങ്ങൾ തന്നെ സൃഷ്ടിച്ചതാണ് എന്ന്. അതിമനോഹരമായ ഈ കഥ ലളിതമായി പറഞ്ഞു തരുന്നു. ഭൂതം നിങ്ങളുടെ ഏതാഗ്രഹവും നിറവേറ്റി തരുന്നു. ആകർഷണ നിയമമാണ് ആ ഭൂതം. അത് എല്ലായ്പ്പോഴും സമീപത്തുണ്ട്. നിങ്ങൾ ചിന്തിക്കുന്നത്, പറയുന്നത്, പ്രവർത്തിക്കുന്നത് എല്ലാം ആ ഭൂതം ശ്രദ്ധിക്കുന്നു. നിങ്ങൾ ചിന്തിക്കുന്നതൊക്കെ നിങ്ങൾ ആഗ്രഹിക്കുന്നവ ആണെന്ന് ഭൂതം കരുതുന്നു. നിങ്ങൾ എന്തിനെക്കുറിച്ച് സംസാരിക്കുന്നുവോ അതിനെ നിങ്ങൾ ആഗ്രഹിക്കുന്നു. നിങ്ങൾ ഏത് കാര്യത്തിൽ പ്രവർത്തിക്കുന്നുവോ അത് നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യമാണ്. ഇങ്ങനെയാണ് ഭൂതം മനസ്സിലാക്കുന്നത്. നിങ്ങളാണ് ഈ പ്രപഞ്ചത്തിലെ യജമാനൻ. നിങ്ങളെ സേവിക്കുകയാണ് ഭൂതത്തിന്റെ കടമ. നിങ്ങളുടെ ആജ്ഞകളെ ഭൂതം ഒരിക്കലും ചോദ്യം ചെയ്യില്ല. നിങ്ങൾ ആഗ്രഹിക്കുന്നു, ഉടൻ തന്നെ ഭൂതം ഈ പ്രപഞ്ചത്തെ അതിനായി ചലിപ്പിക്കുന്നു. ആളുകളിലൂടെ, സാഹചര്യങ്ങളിലൂടെ, സംഭവങ്ങളിലൂടെ ഭൂതം നിങ്ങളുടെ ആഗ്രഹം നിറവേറ്റുന്നു. സൃഷ്ടിപ്രക്രിയ ബൈബിളിലെ പുതിയ നിയമത്തിൽ നിന്ന് എടുത്തതാണ്. രഹസ്യത്തിൽ ഉപയോഗിച്ചിരിക്കുന്ന സൃഷ്ടിപ്രക്രിയ 3 ഘട്ടങ്ങളിലൂടെ നിങ്ങൾ ആഗ്രഹിക്കുന്നത് സൃഷ്ടിക്കാൻ സഹായിക്കുന്ന വളരെ ലളിതമായ ഒരു മാർഗരേഖയാണത്. ഘട്ടം 1: ആവശ്യപ്പെടുക. ലിസ നിക്കോൾസ് പറഞ്ഞിരിക്കുന്നത് ആദ്യഘട്ടം ആവശ്യപ്പെടുക എന്നതാണ്. പ്രപഞ്ചത്തോട് കൽപ്പിക്കുക, നിങ്ങൾ ആഗ്രഹിക്കുന്നത് എന്താണെന്ന് പ്രപഞ്ചം അറിയട്ടെ. പ്രപഞ്ചം നിങ്ങളുടെ ചിന്തകളോട് പ്രതികരിക്കും. ബോബ് പ്രോക്ടർ പറഞ്ഞിരിക്കുന്നത്, നിങ്ങൾ വാസ്തവത്തിൽ എന്താണോ ആഗ്രഹിക്കുന്നത് അത് ഒരു തുണ്ട് കടലാസ് എടുത്ത് എഴുതുക. വർത്തമാനകാലത്തിൽ എഴുതുക. നിങ്ങൾ തുടങ്ങുന്നത് ഇങ്ങനെയാവാം: ആകയാൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്, നന്ദിയുണ്ട്. തുടർന്ന് നിങ്ങളുടെ ജീവിതം എല്ലാ മേഖലകളിലും എന്തായിരിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുവോ അത് വിശദീകരിക്കുക. വേണ്ടതെന്താണെന്ന് നിങ്ങൾക്ക് തന്നെ തീരുമാനിക്കാം. പക്ഷേ അതെന്താണെന്ന് നിങ്ങൾക്ക് വ്യക്തതയുണ്ടാകണം. അത് നിങ്ങളുടെ ജോലിയാണ്. നിങ്ങൾക്ക് വ്യക്തതയില്ലെങ്കിൽ ആകർഷണ നിയമത്തിന് അത് നിങ്ങളിലേക്ക് കൊണ്ടുവരുവാൻ കഴിയില്ല. നിങ്ങൾ സമ്മിശ്ര തരംഗങ്ങളായിരിക്കും പുറപ്പെടുവിക്കുക. അതിനാൽ നിങ്ങൾക്ക് ലഭിക്കുന്നതും സമ്മിശ്ര ഫലങ്ങളായിരിക്കും. ജീവിതത്തിൽ ഒരുപക്ഷെ ഇതാദ്യമായിട്ടായിരിക്കാം. ശരിക്കും നിങ്ങൾക്ക് വേണ്ടത് എന്താണെന്ന് വ്യക്തമായി നിശ്ചയിക്കണം. അത് മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് എന്തും നേടാം, ആയിത്തീരാം, ചെയ്യാം. ഒരു പരിമിതിയുമില്ല. എന്താണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്? സൃഷ്ടിപ്രക്രിയയിലെ ആദ്യപടി ചോദിക്കുക, ആവശ്യപ്പെടുക എന്നതാണ്. അതുകൊണ്ട് ആവശ്യപ്പെടുന്നത് ഒരു ശീലമാക്കുക. ഏത് വഴി തിരഞ്ഞെടുക്കണമെന്ന് ഉറപ്പില്ലെങ്കിൽ ചോദിക്കുക. ജീവിതത്തിൽ ഒരിക്കലും എവിടെയും തട്ടിത്തടഞ്ഞു നിൽക്കരുത്. ചോദിക്കുക. ഡോക്ടർ ജോ വിറ്റാലെ പറഞ്ഞിട്ടുള്ളത്, ഇത് ശരിക്കും രസമാണ്. പ്രപഞ്ചം നിങ്ങളുടെ കയ്യിൽ ഒരു കാറ്റലോഗ് പോലെയാണ്. അതിന്റെ താളുകൾ മറിച്ചു നോക്കി നിങ്ങൾ പറയുന്നു, എനിക്ക് ഈ അനുഭവം വേണം, ഈ ഉൽപ്പന്നം എനിക്ക് വേണം, ഇതുപോലൊരു വ്യക്തിയാണ് എനിക്ക് വേണ്ടത്. നിങ്ങൾ പ്രപഞ്ചത്തിൽ ഓർഡർ ചെയ്യുകയാണ്. വാസ്തവത്തിൽ അത്ര എളുപ്പമാണിത്. വീണ്ടും വീണ്ടും ചോദിക്കേണ്ട കാര്യമില്ല. ഒരിക്കൽ ആവശ്യപ്പെട്ടാൽ മതി. കാറ്റലോഗ് നോക്കി ഓർഡർ കൊടുക്കുന്നത് പോലെ തന്നെയാണിത്. ഒരു ഓർഡർ ഒരിക്കലല്ലേ കൊടുക്കുകയുള്ളൂ. ഒരു ഓർഡർ കൊടുത്തു കഴിഞ്ഞ് പിന്നെ അത് ശരിക്കവിടെ കിട്ടിയോ എന്ന് സംശയം തോന്നി പിന്നെയും പിന്നെയും ഓർഡർ അയച്ചുകൊണ്ടേയിരിക്കില്ലല്ലോ. ഒരൊറ്റ തവണ ഓർഡർ ചെയ്യുന്നു, അത്രയേ വേണ്ടൂ. സൃഷ്ടിപ്രക്രിയയും ഇതുപോലെ തന്നെയാണ്. ആദ്യ പടി എന്ന് പറയുന്നത് നിങ്ങൾക്ക് വേണ്ടത് എന്താണെന്ന് വ്യക്തമാക്കുന്ന ഘട്ടമാണ്. നിങ്ങൾക്ക് മനസ്സിൽ വ്യക്തത കിട്ടിയാൽ നിങ്ങൾ ആവശ്യപ്പെട്ടു കഴിഞ്ഞു. ഘട്ടം 2: വിശ്വസിക്കുക. ലിസ നിക്കോൾസ് പറയുന്നു, രണ്ടാമത്തെ പടി വിശ്വസിക്കുക എന്നതാണ്. നിങ്ങൾ ആഗ്രഹിച്ചത് കിട്ടി എന്ന് തന്നെ വിശ്വസിക്കുക. പതറാത്ത വിശ്വാസം എന്നാണ് അതിനെ ഞാൻ വിളിക്കുക. അതുണ്ടാവണം. അമൂർത്തമായതിനെ വിശ്വസിക്കണം. നിങ്ങൾക്ക് അത് ലഭിച്ചു എന്ന് വിശ്വസിക്കണം. ചോദിച്ച മാത്രയിൽ തന്നെ നിങ്ങൾ ആഗ്രഹിച്ചത് നിങ്ങളുടേതായി എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. തികച്ചും പൂർണ്ണമായ ഉറച്ച വിശ്വാസമുണ്ടാകണം. കാറ്റലോഗിൽ നിന്ന് ഓർഡർ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അത് കിട്ടും എന്ന ബോധ്യത്തോടെ സമാധാനമായി സാധാരണ പോലെ ജീവിതം തുടരുകയല്ലേ നമ്മൾ ചെയ്യുക. നിങ്ങൾ ആഗ്രഹിച്ച വസ്തു നിങ്ങളുടേതായി എന്ന് കണക്കാക്കുക. നിങ്ങൾക്ക് ആവശ്യം വരുമ്പോൾ അത് നിങ്ങളുടെ പക്കലുണ്ടാകും. അത് വരട്ടെ. അതിനെക്കുറിച്ച് വിഷമിക്കാതിരിക്കുക. എനിക്ക് അത് ഇല്ലല്ലോ എന്ന് ചിന്തിക്കാതിരിക്കുക. അത് നിങ്ങളുടേതാണ്, നിങ്ങൾക്ക് സ്വന്തമാണ്. അത് നിങ്ങളുടെ കൈവശം തന്നെയുണ്ട് എന്ന് ചിന്തിക്കുക. നിങ്ങൾ ആവശ്യപ്പെടുകയും വിശ്വസിക്കുകയും അറിയുകയും ചെയ്യുന്ന നിമിഷം തന്നെ അമൂർത്തതയിൽ അത് നിങ്ങൾക്ക് ലഭിച്ചു കഴിഞ്ഞു. പ്രപഞ്ചം മുഴുവനും പിന്നെ അതിനെ മൂർത്ത രൂപത്തിൽ നിങ്ങളിൽ എത്തിക്കുവാൻ വേണ്ടി ചലിക്കും. ഇപ്പോൾ അത് ലഭിച്ചു എന്ന മട്ടിലായിരിക്കണം നിങ്ങൾ പ്രവർത്തിക്കുന്നതും സംസാരിക്കുന്നതും ചിന്തിക്കുന്നതും എല്ലാം. എന്തുകൊണ്ടാണത്? പ്രപഞ്ചം ഒരു കണ്ണാടിയാണ്.
ആകർഷണ നിയമം നിങ്ങളുടെ പ്രബല ചിന്തയെ നിങ്ങളിലേക്ക് പ്രതിഫലിപ്പിക്കും. അതുകൊണ്ട് നിങ്ങൾക്ക് അത് ലഭിച്ചു എന്ന് നിങ്ങൾ മനസ്സിൽ കണക്കാക്കുന്നത് തികച്ചും വിവേകപൂർണമായ കാര്യമല്ലേ? അതിൻ്റെ അഭാവമാണ് നിങ്ങളുടെ ചിന്തകളിൽ ഉള്ളതെങ്കിൽ ആ അഭാവത്തെ തുടർന്നും നിങ്ങളിലേക്ക് ആകർഷിക്കുകയല്ലേ ചെയ്യുക? നിങ്ങൾക്ക് അത് ലഭിച്ചു എന്ന വികാരത്തിൻ്റെ തരംഗങ്ങൾ നിങ്ങൾ പ്രസരിപ്പിച്ചാൽ ആ ചിത്രങ്ങൾ നിങ്ങളിലേക്ക് തിരികെ വരും. അങ്ങനെ ചെയ്യുമ്പോൾ ആകർഷണ നിയമം അതിശക്തമായി പ്രവർത്തിച്ച് സാഹചര്യങ്ങളെയും വ്യക്തികളെയും സംഭവങ്ങളെയും നിങ്ങൾക്ക് അത് ലഭിക്കുന്ന അവസ്ഥയുണ്ടാക്കുന്ന ദിശയിൽ ചലിപ്പിക്കും. നിങ്ങൾ ഒരു വിനോദയാത്ര ബുക്ക് ചെയ്താൽ, ഒരു വീടോ കാറോ ഓർഡർ ചെയ്താൽ നിങ്ങൾക്കറിയാം അത് നിങ്ങളുടേതായി എന്ന്. നിങ്ങൾ അതേ ദിവസങ്ങളിലേക്ക് മറ്റൊരു വിനോദയാത്ര ബുക്ക് ചെയ്യില്ല. ഉടൻ തന്നെ മറ്റൊരു കാറോ വീടോ ഓർഡർ ചെയ്യില്ല. നിങ്ങൾക്ക് ഒരു ഭാഗ്യക്കുറിയിൽ സമ്മാനം കിട്ടുകയോ പരമ്പരാഗത സ്വത്ത് ലഭിക്കുകയോ ചെയ്താൽ യഥാർത്ഥത്തിൽ ആ പണം കയ്യിലെത്തും മുമ്പ് തന്നെ അത് നിങ്ങളുടേതാണെന്ന് നിങ്ങൾ അറിയുന്നു. അത് നിങ്ങളുടെയാണ് എന്ന വിശ്വാസത്തിൽ നിന്നാണ് ആ വികാരാനുഭവം ഉണ്ടാകുന്നത്. അത് നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്നു എന്ന വിശ്വാസം മൂലമാണ് ഈ അനുഭവം ഉണ്ടാകുന്നത്. നിങ്ങൾ ആഗ്രഹിക്കുന്ന വസ്തു നിങ്ങളുടേതാണെന്ന് ഉറച്ചു വിശ്വസിച്ചാൽ നിങ്ങൾക്ക് അത് ചോദിച്ചു വാങ്ങാൻ കഴിയും. നിങ്ങൾ അങ്ങനെ ചെയ്യുമ്പോൾ ആകർഷണ നിയമം പ്രവർത്തിക്കും. സാഹചര്യങ്ങളെയും വ്യക്തികളെയും സംഭവങ്ങളെയും നിങ്ങൾക്ക് നിങ്ങൾ ആഗ്രഹിച്ചത് ലഭിക്കുന്ന അവസ്ഥയുണ്ടാക്കുന്ന ദിശയിൽ ചലിപ്പിക്കും. ഘട്ടം 3, സ്വീകരിക്കുക. വീണ്ടും ലിസോ നിക്കോൾസ് പറയുന്നു, ഈ പ്രക്രിയയിലെ മൂന്നാമത്തെയും അവസാനത്തെയുമായ ഘട്ടമാണ് സ്വീകരിക്കൽ. മനസ്സിൽ സന്തോഷം നിറയണം. ആഗ്രഹിച്ചത് കയ്യിലെത്തിയാൽ എത്ര സന്തോഷിക്കുമോ അത്രയും സന്തോഷിക്കണം. ആ വികാരം ഇപ്പോൾ ഉണ്ടാവണം. മാർഷിഷിമോഫ് ഇതിനെപ്പറ്റി പറയുന്നത്, ഈ പ്രക്രിയയിൽ നല്ല മാനസികാവസ്ഥ ഉണ്ടാക്കുക. സന്തോഷം തോന്നുക എന്നത് സുപ്രധാനമാണ്. മനസ്സിൽ സുഖം തോന്നുമ്പോൾ നിങ്ങൾ നിങ്ങളെ തന്നെ നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യത്തിന്റെ തരംഗ ദൈർഘ്യത്തിലേക്ക് കൊണ്ടെത്തിക്കും എന്നാണ്. മൈക്കിൾ ബെർണാഡ് ബെക്കവിറ്റ്സ് ഇതിനെപ്പറ്റി പറഞ്ഞിരിക്കുന്നത്, ഇത് വൈകാരിക അനുഭവങ്ങളുടെ പ്രപഞ്ചമാണ്. നിങ്ങൾ ബൗദ്ധികമായി വിശ്വസിക്കുന്നു, പക്ഷേ അതിനോട് ചേർന്ന ഒരു വൈകാരിക അനുഭവം ഉള്ളിൽ ഇല്ല എങ്കിൽ ആഗ്രഹം സബലീകരിക്കാൻ വേണ്ടത്ര ശക്തി നിങ്ങൾക്കുണ്ടാവില്ല. ആ വികാരം നിങ്ങൾ അനുഭവിക്കണം എന്നാണ്. ഒരു തവണ ആവശ്യപ്പെടുക, അത് ലഭിച്ചു എന്ന് വിശ്വസിക്കുക, പിന്നെ അത് സ്വീകരിക്കുവാൻ മറ്റൊന്നും വേണ്ട. നിങ്ങൾക്ക് സുഖാനുഭൂതി തോന്നിയാൽ മാത്രം മതി. ആ സുഖാനുഭൂതി അനുഭവപ്പെട്ടാൽ നിങ്ങൾ ആ തരംഗങ്ങൾക്കൊപ്പം എത്തി എന്നർത്ഥം. നിങ്ങൾക്ക് വന്നു ചേരേണ്ട എല്ലാ സൗഭാഗ്യങ്ങളുടെയും തരംഗദൈർഘ്യത്തിൽ നിങ്ങളെത്തി. ഇനി നിങ്ങൾ ആഗ്രഹിച്ചത്, ആവശ്യപ്പെട്ടത് നിങ്ങളിൽ എത്തിച്ചേരും. നിങ്ങൾ എന്തെങ്കിലും ആവശ്യപ്പെടുന്നത് അത് നിങ്ങൾക്ക് സുഖവും സന്തോഷവും നൽകും എന്നതുകൊണ്ടാണല്ലോ. അതിനാൽ സുഖാനുഭവത്തിന്റെ തരംഗദൈർഘ്യത്തിലേക്ക് സ്വയം ഉയർത്തുക. അപ്പോൾ നിങ്ങൾക്ക് അതെല്ലാം ലഭ്യമാകും. ആ തരംഗദൈർഘ്യത്തിൽ എത്താൻ ഒരു എളുപ്പ വഴി ഇതാണ്: എനിക്കിതാ ലഭിക്കുന്നു, ജീവിതത്തിലെ എല്ലാ സൗഭാഗ്യങ്ങളും എനിക്കിപ്പോൾ കിട്ടുന്നു, എനിക്കിപ്പോൾ ലഭിച്ചിരിക്കുന്നു എന്ന് സ്വയം പറയുക. ആ വികാരം അനുഭവിക്കുക. ഈ ലഭിച്ചിരിക്കുന്നു, ലഭിക്കുന്നു, കിട്ടുന്നു എന്നൊക്കെയുള്ള സ്ഥലത്ത് നിങ്ങളുടെ മോഹം എന്താണോ ആ കാര്യം ലഭിച്ചു, ലഭിക്കുന്നു, കിട്ടുന്നു എന്നൊക്കെ ചേർക്കുക. ആ വികാരം അനുഭവിക്കുക. യഥാർത്ഥത്തിൽ അത് നിങ്ങൾക്ക് ലഭിച്ചു കഴിഞ്ഞാൽ എങ്ങനെയോ അങ്ങനെ അത് അനുഭവിക്കുക. എൻ്റെ ഒരു പ്രിയ സുഹൃത്ത് മാർസി ഈ ആശയത്തിൻ്റെ വിശിഷ്ട പ്രയോക്താവാണ്. അവൾ ശരിക്കും അത് അനുഭവിക്കാറുണ്ട്. ആഗ്രഹിച്ചത് നേടിയാൽ ഉണ്ടാകുന്ന വൈകാരികാവസ്ഥ അവൾ അതേപോലെ അറിഞ്ഞനുഭവിക്കും. വൈകാരിക അനുഭവങ്ങളിലൂടെ അവൾ അവയെ യാഥാർത്ഥ്യമാക്കും. എങ്ങനെ, എവിടെ, എപ്പോൾ എന്ന ചിന്തകൾ അവളെ തടസ്സപ്പെടുത്താറില്ല. തികഞ്ഞ വൈകാരിക അനുഭവം മാത്രം. ക്രമേണ അത് പ്രത്യക്ഷാനുഭവമായി മാറും. അതിനാൽ ഇപ്പോൾ തന്നെ ആ സുഖാനുഭൂതി അനുഭവിക്കൂ. ബോബ് പ്രോക്ടർ പറഞ്ഞിരിക്കുന്നത്, ആ ഭ്രമവിഭാവനയെ യാഥാർത്ഥ്യമാക്കി മാറ്റുന്നതോടെ നിങ്ങൾ കൂടുതൽ വലിയ വലിയ വിഭാവനകൾ നിർമ്മിക്കാവുന്ന സ്ഥിതിയിലെത്തുന്നു. അതാണ് സുഹൃത്തെ സൃഷ്ടിപ്രക്രിയ. വിശ്വാസത്തോടെ നീ ഏതൊന്നിനു വേണ്ടി പ്രാർത്ഥിക്കുന്നുവോ അത് നിനക്ക് ലഭിക്കും എന്നാണ് ബൈബിളിൽ പറഞ്ഞിരിക്കുന്നത്. പ്രാർത്ഥനയിൽ നീ എന്തിനെ മോഹിക്കുന്നുവോ അത് നിനക്ക് ലഭിക്കുമെന്ന് വിശ്വസിക്കുക. അപ്പോൾ അത് നിനക്ക് ലഭിക്കുമെന്നും ബൈബിളിൽ പറഞ്ഞിട്ടുണ്ട്. മൈക്കിൾ ബെർണാഡ് ബെക്കവിത്ത് പറഞ്ഞിട്ടുള്ളത്, ഒന്നുമില്ലാത്ത സ്ഥിതിയിൽ നിങ്ങൾക്ക് ആരംഭിക്കാം. ഒന്നുമില്ലായ്മയിൽ നിന്ന്, ഒരു വഴിയുമില്ലാത്ത അവസ്ഥയിൽ നിന്ന് ഒരു വഴി തെളിഞ്ഞു വരും. ചിന്തകളെ യാഥാർത്ഥ്യമാക്കാനുള്ള നിങ്ങളുടെ കഴിവ് മാത്രം മതി. മനുഷ്യ സമൂഹത്തിന്റെ ചരിത്രത്തിലുടനീളം എല്ലാ കണ്ടുപിടുത്തങ്ങളും സൃഷ്ടികളും ആരംഭിച്ചത് ഒരേ ദിശയിൽ നിന്നാണ്. ആ ചിന്തയിൽ നിന്ന് വഴി തെളിഞ്ഞു വന്നു. അത് അദൃശ്യമായതിനെ ദൃശ്യയാഥാർത്ഥ്യമായി പ്രത്യക്ഷമാക്കി. ജാക്ക് കാൻഫീൽഡ് പറഞ്ഞിരിക്കുന്നത്, രാത്രിയിൽ ഒരു കാറ് ഡ്രൈവ് ചെയ്ത് പോകുകയാണെന്ന് കരുതുക. ഹെഡ്ലൈറ്റിന്റെ വെളിച്ചം 100-200 അടി ദൂരം മാത്രമേ എത്തുകയുള്ളൂ. എങ്കിലും കാലിഫോർണിയ മുതൽ ന്യൂയോർക്ക് വരെ ആ രാത്രി നിങ്ങൾക്ക് യാത്ര ചെയ്തെത്താൻ കഴിയും. കാരണം തൊട്ടു മുന്നിലുള്ള 200 അടി ദൂരം കാണേണ്ട
അറിയേണ്ട ആവശ്യമേ നിങ്ങൾക്കുള്ളൂ. അതുപോലെയാണ് ജീവിതം നമ്മുടെ മുന്നിൽ ചുരുൾന്നു വരുന്നത്. മുന്നോട്ട് പോകവേ അടുത്ത 200 അടി, അത് കഴിയുമ്പോഴേക്കും അടുത്ത 200 അടി നമ്മുടെ മുന്നിൽ അങ്ങനെ തെളിഞ്ഞു വരും എന്ന് ഉറച്ചു വിശ്വസിക്കാൻ നമുക്ക് കഴിഞ്ഞാൽ ജീവിതം അതുപോലെ നമ്മളുടെ മുന്നിൽ ചുരുൾന്നു വരും. അങ്ങനെ അത് നിങ്ങളെ യഥാർത്ഥത്തിൽ നിങ്ങൾ എന്താഗ്രഹിച്ചിരുന്നുവോ ആ ലക്ഷ്യത്തിലെത്തിക്കും. കാരണം നിങ്ങൾ അത് ആഗ്രഹിച്ചു എന്നതു തന്നെ. പ്രപഞ്ചത്തെ വിശ്വസിക്കുക. പതറാതെ സമർപ്പിതമായ വിശ്വാസമുണ്ടാകണം. രഹസ്യത്തെക്കുറിച്ചുള്ള അറിവ് എങ്ങനെയാണ് വെള്ളിത്തിരയിൽ അവതരിപ്പിക്കുക എന്നതിനെക്കുറിച്ച് സത്യമായും എനിക്ക് യാതൊരു ധാരണയും ഉണ്ടായിരുന്നില്ല. എനിക്കുണ്ടായ ദർശനത്തെ ഞാൻ മുറുകെ പിടിച്ചു. അതിൻ്റെ പരിണിത ഫലം ഞാൻ മനസ്സിൽ വ്യക്തമായി കണ്ടു. എൻ്റെ എല്ലാ കഴിവുകളും ഉപയോഗിച്ച് അതിനെ എൻ്റെ വികാരമായി അനുഭവിപ്പിച്ചു. രഹസ്യം നിർമ്മിക്കുവാൻ ആവശ്യമായതെല്ലാം ഞങ്ങളിലേക്ക് വന്നു ചേർന്നു. വിശ്വാസത്തോടെ ആദ്യത്തെ പടിയിൽ കാൽവെക്കുക. കോണിപ്പടികൾ മുഴുവനും കാണണമെന്നില്ല. ആദ്യത്തെ പടി ചവിട്ടി കയറിയാൽ മതി. ഡോക്ടർ മാർട്ടിൻ ലൂതർ കിങ് ജൂനിയർ അങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്. ദി സീക്രട്ട് മോട്ടിവേഷൻ രംഗത്ത് ഒരു വലിയ ചലനം സൃഷ്ടിച്ചുകൊണ്ട് അതുവരെ ഉണ്ടായിരുന്ന എല്ലാ ധാരണകളെയും ഇല്ലാതെയാക്കി മനുഷ്യന്റെ ചിന്താധാരകളിൽ മാറ്റം വരുത്തിയ പുസ്തകമാണ് റോണ്ട ബ്രെയിൻ എഴുതിയ ദി സീക്രട്ട്. എന്തുകൊണ്ടാണ് എല്ലാവർക്കും ജീവിതത്തിൽ വിജയം നേടാൻ കഴിയാത്തത്, അല്ലെങ്കിൽ ജീവിത രഹസ്യം കണ്ടെത്താൻ കഴിയാത്തത് എന്ന ചോദ്യത്തിൽ നിന്നുമാണ് ദി സീക്രട്ട് എന്ന മഹത്തായ പുസ്തകം പിറവിയെടുത്തത്. തന്റെ തന്നെ പുസ്തകത്തെ അടിസ്ഥാനമാക്കി റോണ്ട ബ്രെയിൻ നിർമ്മിച്ച ചിത്രമാണ് ദ സീക്രട്ട്. 2020 പുറത്തിറങ്ങിയ ഈ സിനിമ സംവിധാനം ചെയ്തിരിക്കുന്നത് ആൻഡി ടെനറ്റാണ്. റോണ്ടയുടെ ലോകപ്രശസ്ത പുസ്തകത്തിലെ വിജയരഹസ്യങ്ങൾ സിനിമയിലും അടങ്ങിയിരിക്കുന്നു. ഒരു വ്യക്തിയുടെ പോസിറ്റീവായ ചിന്തകളും പ്രവൃത്തികളും രണ്ടാമതൊരാളിൽ ഉണ്ടാക്കുന്ന നന്മകളാണ് സിനിമയുടെ കഥാതന്ത്രം. കഥ പുരോഗമിക്കുന്നത് അമേരിക്കൻ പട്ടണമായ ന്യൂ ഓർലാൻഡ്സിലാണ്. അവിടെ പ്രാന്തപ്രദേശങ്ങളിൽ ഒരു വലിയ കൊടുങ്കാറ്റ് വീശിയടിക്കാൻ പോകുന്നതായി കാലാവസ്ഥാ പ്രവചനങ്ങൾ അറിയിപ്പ് നൽകുകയാണ്. അതിരൂക്ഷമായ കാലാവസ്ഥാ വ്യതിയാനം മുന്നിൽ കണ്ടുകൊണ്ട് ജനങ്ങൾ ജാഗരൂകരായി തീർന്നു. നഗരത്തിലെ തന്നെ കടൽ തീരത്തുള്ള ഒരു റെസ്റ്റോറന്റിൽ ജോലി നോക്കുകയാണ് 40-കാരിയായ മിറാൻഡ വെൽസ്. വളരെയധികം ആത്മാർത്ഥതയോടെ കഠിനമായി ജോലി ചെയ്യുന്ന മിറാൻഡ വിധവയും 3 മക്കളുടെ മാതാവുമാണ്. ദ സീക്രട്ട് എന്ന സിനിമയുടെ കേന്ദ്ര കഥാപാത്രം മിറാൻഡയാണ്. സാമ്പത്തിക ബുദ്ധിമുട്ട് നേരിടുന്ന അവളുടെ ജീവിതത്തിന്റെ പ്രതിഫലനം ചിത്രത്തിലുടനീളം വ്യക്തമാണ്. മിറാൻഡ വലിയൊരു കടബാധ്യതയിൽപ്പെട്ടിരിക്കുകയാണ്. അന്നേ ദിവസം തന്റെ ജോലി പൂർത്തിയാക്കിയ അവൾ റെസ്റ്റോറന്റിൽ നിന്നും ദന്ത ആശുപത്രിയിലേക്ക് പോകാൻ തീരുമാനിച്ചു. മിറാൻഡയുടെ മുതലാളി ടക്കർ എന്നു പേരുള്ള വ്യക്തിയാണ്. മിറാൻഡയോട് അനുകമ്പയുള്ള അദ്ദേഹം വളരെ നല്ല സ്വഭാവത്തിനുടമയാണ്. ഇതേസമയം ന്യൂ ഓർലൻസ് പട്ടണത്തിലെ ഒരു പ്രമുഖ ലോഡ്ജിൽ ബ്രൈ ജോൺസൺ എന്ന ചെറുപ്പക്കാരൻ എത്തിച്ചേർന്നു. ബ്രൈ എല്ലായ്പ്പോഴും സന്തോഷവാനും പ്രസന്നവദനായും കാണപ്പെട്ടു. നഗരത്തിന്റെ മറ്റൊരു കോണിലെ ദന്ത ആശുപത്രിയിൽ ഡോക്ടർ മിറാൻഡയെ പരിശോധന നടത്തുകയാണ്. പല്ലിന്റെ അവസ്ഥ വളരെ മോശമാണെന്നും റൂട്ട് കനാൽ നടത്തണമെന്നും ദന്തവിദഗ്ധൻ നിർദ്ദേശിച്ചു. ഏകദേശം $2300 ചികിത്സയ്ക്കായി വേണ്ടിവരുമെന്നറിഞ്ഞ മിറാൻഡ നിരാശയായി അവിടെ നിന്നും മടങ്ങി. കാരണം അവളും കുടുംബവും ഇതിനകം തന്നെ ദാരിദ്ര്യത്തിന്റെ പടുകുഴിയിലേക്ക് കൂപ്പുകുത്തി കഴിഞ്ഞിരുന്നു. ഇത്തരത്തിലൊരു ഭീമമായ തുക മുടക്കാൻ അവരുടെ അവസ്ഥ അനുവദിച്ചില്ല. അല്പസമയത്തിനു ശേഷം നഗരത്തിന്റെ പ്രാന്തപ്രദേശങ്ങളിലൂടെ ബ്രൈ തന്റെ കാറിൽ സഞ്ചരിക്കുകയാണ്. അദ്ദേഹത്തിന്റെ കൈവശം ഒരു വലിയ ലെറ്റർ കവറും കാണാവുന്നതാണ്. ഒടുവിൽ മരക്കൂട്ടങ്ങൾക്ക് നടുവിൽ നദിക്കരയിൽ സ്ഥിതി ചെയ്യുന്ന ഒരു വീടിന് മുന്നിൽ ബ്രൈയുടെ കാർ എത്തിച്ചേർന്നു. സാമാന്യം വലുതായിരുന്നു എങ്കിലും ആ വീട് കാലപ്പഴക്കം മൂലം തകർച്ചയുടെ വക്കിലായിരുന്നു. വീടിന്റെ ഉടമ മറ്റാരുമല്ല, അത് മിറാൻഡ വെൽസ് തന്നെയാണ്. 5 വർഷങ്ങൾക്ക് മുന്നേ മരണമടഞ്ഞ മിറാൻഡയുടെ ഭർത്താവിൻ്റെതായിരുന്നു വീടും പരിസരവും. കാറിൽ നിന്നും പുറത്തിറങ്ങിയ ബ്രൈ പൂട്ടിക്കിടന്ന വീടിന്റെ വാതിലിൽ മുട്ടിയെങ്കിലും മറുപടി ഉണ്ടായില്ല. അദ്ദേഹം ചുറ്റും നടന്ന് പരിസരമൊക്കെ നിരീക്ഷിച്ചു. തുടർന്ന് അല്പം അകലെയായി നദിക്കരയിൽ ഒരു ബാലൻ ചൂണ്ടയിടുന്നത് കാണാനിടയായി. മിറാൻഡ തന്റെ അമ്മയാണെന്നും വരാൻ വൈകുമെന്നും ഗ്രെഗ് എന്നു പേരുള്ള ആ കുട്ടി പറഞ്ഞു. ബ്രൈയുടെ കയ്യിലുള്ള പേപ്പറുകൾ ശ്രദ്ധിച്ച ഗ്രെഗ് ബ്രൈ വന്നിരിക്കുന്നത് ബാങ്കിൽ നിന്നാണെന്ന് കണക്കുകൂട്ടി. എന്നാൽ ഇതെല്ലാം താൻ നേരിട്ട് തന്നെ നൽകേണ്ടതാണെന്ന് അഭിപ്രായപ്പെട്ട ബ്രൈ അവിടെ നിന്നും മടങ്ങി. ആശുപത്രിയിൽ നിന്നും മടങ്ങിയ മിറാൻഡ വരാൻ പോകുന്ന കൊടുങ്കാറ്റിനെ കുറിച്ചുള്ള മുന്നറിയിപ്പുകൾ റോഡിനിരുവശവും കാണാനിടയായി. തന്റെ മക്കൾ പഠിക്കുന്ന സ്കൂളിന്റെ അരികിലെത്തിയ അവൾ അവിടെ തന്റെ കാറിൽ കാത്തിരുന്നു. ഇതിനിടെ അവളുടെ ഭർത്തൃമാതാവായ ബോബി വീഡിയോ കോളിലൂടെ സുഖവിവരങ്ങൾ തിരക്കുകയുണ്ടായി. തന്റെ മകൻ മരണമടഞ്ഞെങ്കിലും ബോബി മരുമകളായ മിറാൻഡയോടും മക്കളോടും സ്നേഹത്തോടെയാണ് പെരുമാറിയിരുന്നത്. ഇതിനിടെ സ്കൂൾ കഴിഞ്ഞു വന്ന 2 പെൺമക്കളും കാറിലേക്ക് പ്രവേശിച്ചു. അവർ തങ്ങളുടെ സാമ്പത്തികാവസ്ഥയിൽ തൃപ്തിപ്പെട്ടിരുന്നില്ല. മാത്രമല്ല തങ്ങൾ പാവപ്പെട്ടവരാണെന്ന ബോധം അവരിൽ നിരാശയുണ്ടാക്കി.
മൂത്ത മകളായ മിസി തനിക്ക് ജന്മദിനം പോലും വേണ്ടിയിരുന്നില്ല, ആഗ്രഹിക്കുന്നതൊന്നും തനിക്ക് ലഭ്യമാകുന്നില്ല എന്നും പരാതിപ്പെട്ടു. എന്നാൽ ഇപ്പോൾ ആപ്പിൾ കമ്പ്യൂട്ടർ വാങ്ങാനുള്ള സാമ്പത്തികം നമുക്കില്ല എന്ന് മിറാൻഡ വെളിപ്പെടുത്തി. പരസ്പരമുള്ള തർക്കങ്ങൾക്കിടയിൽ മിറാൻഡ തന്റെ പഴഞ്ചൻ കാർ അശ്രദ്ധമായി ഓടിക്കാൻ തുടങ്ങി. ഉടനെ തന്നെ അവരുടെ കാർ നിർത്തിയിട്ടിരിക്കുന്ന മറ്റൊരു കാറിന്റെ പുറകിൽ ഇടിക്കുകയുണ്ടായി. വളരെ സാവധാനത്തിൽ സഞ്ചരിച്ചിരുന്നതിനാൽ കൂട്ടിമുട്ടലിന്റെ ആഘാതം കുറവായിരുന്നു. അതുകൊണ്ട് തന്നെ ആർക്കും പരിക്കേറ്റിട്ടില്ല. കാറിൽ നിന്നും പുറത്തിറങ്ങിയ മിറാൻഡ കണ്ടത് പുഞ്ചിരിച്ചുകൊണ്ട് ശാന്തനായി നിൽക്കുന്ന ഒരു വ്യക്തിയെയാണ്. വാസ്തവത്തിൽ ബ്രൈ ജോൺസന്റെ കാറിന് പുറകിലാണ് മിറാൻഡയുടെ കാർ വന്നിടിച്ചത്. എന്നിരുന്നാലും താൻ അന്വേഷിച്ചു വന്ന മിറാൻഡയാണ് തനിക്ക് മുന്നിൽ നിൽക്കുന്നത് എന്ന് ബ്രൈക്ക് മനസ്സിലായിരുന്നില്ല. എല്ലായ്പ്പോഴും പുഞ്ചിരിക്കുന്ന അദ്ദേഹം വളരെ പോസിറ്റീവായി കാണപ്പെട്ടു. അപകടത്തെക്കുറിച്ച് ഓർക്കേണ്ടെന്നും തനിക്ക് പ്രശ്നങ്ങൾ ഒന്നും ഇല്ലെന്നും ബ്രൈ അഭിപ്രായപ്പെട്ടു. പക്ഷേ കൂട്ടിയിടിയുടെ ഫലമായി മിറാൻഡയുടെ കാറിന്റെ ബമ്പർ ഇളകിപ്പോയിരുന്നു. ബമ്പർ തിരികെ ഫിറ്റ് ചെയ്യാൻ താൻ സഹായിക്കാമെന്ന് ബ്രൈ അഭിപ്രായപ്പെട്ടു. തുടർന്ന് ഇളകിയ ഭാഗങ്ങൾ തന്റെ കാറിൽ കയറ്റിയ ശേഷം ബ്രൈ മിറാൻഡയുടെ കാറിനെ പിന്തുടർന്നു. അല്പസമയത്തിനു മുന്നേ സഞ്ചരിച്ച വഴികളിലൂടെ തന്നെ ഒരിക്കൽ കൂടി കടന്നുപോയ ബ്രൈ താൻ കണ്ടുമുട്ടിയത് മിറാൻഡയെ തന്നെയാണെന്ന് തിരിച്ചറിഞ്ഞു. വീട്ടിലെത്തിയ അദ്ദേഹം അവരുമായി പരിചയപ്പെട്ടു. എങ്കിലും തന്റെ വരവിന്റെ ശരിയായ ഉദ്ദേശം വെളിപ്പെടുത്താൻ ബ്രൈ തയ്യാറായില്ല. തന്റെ പേര് ബ്രൈ ആണെന്നും ഒരു യൂണിവേഴ്സിറ്റി അധ്യാപകനാണെന്നും കൂട്ടിച്ചേർത്തു. ഗ്രെഗും ബ്രൈയും കാറിന്റെ ബമ്പർ ശരിയാക്കാൻ തുടങ്ങി. എന്നാൽ ഇതിനിടെ കാലാവസ്ഥാ പ്രവചനത്തെ ശരിവെച്ചുകൊണ്ട് കനത്ത മഴയും കാറ്റും അവിടേക്ക് വീശിയടിച്ചു. മഴ കാരണം വീടിനകത്തേക്ക് ക്ഷണിക്കപ്പെട്ട ബ്രൈ മിറാൻഡയുടെ കുടുംബത്തെക്കുറിച്ച് കൂടുതൽ അറിയാനിടയായി. മിറാൻഡ കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലൂടെയാണ് കടന്നുപോകുന്നത് എന്ന് അദ്ദേഹം തിരിച്ചറിഞ്ഞു. തന്റെ വരവിന്റെ ഉദ്ദേശം വെളിപ്പെടുത്താനായി ഒരു സ്വകാര്യ സംഭാഷണം നടത്താൻ ബ്രൈ ആഗ്രഹിച്ചിരുന്നെങ്കിലും അതിനൊരവസരം ലഭ്യമായില്ല. തന്റെ സരസമായ സംഭാഷണ ശൈലിയിലൂടെ അദ്ദേഹം മിറാൻഡയുടെ കുട്ടികളുമായി പെട്ടെന്ന് തന്നെ സൗഹൃദം നേടിയെടുത്തു. ഓരോ വാക്കുകളിലും സ്നേഹവും കരുതലും നിറഞ്ഞു നിന്നിരുന്നു. കുട്ടികളെ മോട്ടിവേറ്റ് ചെയ്യാനും അദ്ദേഹം മറന്നില്ല. നിങ്ങൾ ആഗ്രഹിക്കുന്നത് എന്തും നിങ്ങളിലേക്ക് വന്നു ചേരുമെന്ന് ബ്രൈ അഭിപ്രായപ്പെട്ടു. ചിന്തിക്കുന്നതും പറയുന്നതും യാഥാർത്ഥ്യമായി തീരും. അതുകൊണ്ട് തന്നെ പോസിറ്റീവായി മാത്രം ചിന്തിക്കുക എന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു. മിറാൻഡയ്ക്കും കുട്ടികൾക്കും ബ്രൈയുടെ പെരുമാറ്റത്തിൽ അത്ഭുതവും അതോടൊപ്പം ബഹുമാനവും തോന്നി. ശക്തമായ മഴ പെയ്യുന്നതിനിടെ അവിടേക്ക് ഒരു പിസ്സ ഡെലിവറി ബോയ് എത്തിച്ചേർന്നു. മിറാൻഡ ജോലി ചെയ്തിരുന്ന റെസ്റ്റോറന്റ് മുതലാളി ടക്കർ അവർക്ക് വേണ്ടി പിസ്സ ഓർഡർ ചെയ്തിരുന്നു. ഒടുവിൽ മിറാൻഡയുടെ ഭവനത്തിൽ നിന്നും ബ്രൈ പുറപ്പെടാനൊരുങ്ങി. അയാൾക്ക് ചില കാര്യങ്ങൾ വിശദമായി സംസാരിക്കാനുണ്ടായിരുന്നെങ്കിലും നിർഭാഗ്യവശാൽ നല്ലൊരു സാഹചര്യം ലഭിച്ചില്ല. എങ്കിലും വീടിന് സമീപത്തുള്ള കത്തുപെട്ടിയിൽ താൻ കൊണ്ടുവന്ന പേപ്പറുകൾ നിക്ഷേപിച്ച ശേഷം ലോഡ്ജിലേക്ക് മടങ്ങി. കൊടുങ്കാറ്റ് ശക്തി പ്രാപിച്ച് പൂർണ്ണസ്ഥിതിയിലെത്തി. തുടർന്ന് വീടിനോട് ചേർന്നുള്ള മരത്തിന്റെ ചില്ലകൾ മിറാൻഡയുടെ വീടിനുള്ളിലേക്ക് ഒടിഞ്ഞു വീണു. എന്നിരുന്നാലും ഭാഗ്യവശാൽ ആളപായമുണ്ടായില്ല. വീട് ചോർന്നൊലിക്കാൻ തുടങ്ങിയതിനാൽ അന്നേ ദിവസം തങ്ങളുടെ കുളിമുറിയിൽ കഴിയാൻ മിറാൻഡയും കുടുംബവും നിർബന്ധിതരായി. പിറ്റേ ദിവസം മിറാൻഡ എന്തു ചെയ്യണമെന്നറിയാതെ ആശങ്കപ്പെട്ടു. നമ്മൾ നിർഭാഗ്യവാന്മാരാണെന്ന് അവൾ തന്റെ മക്കളോട് പറഞ്ഞു. അല്പസമയത്തിനകം ബ്രൈ അവിടേക്ക് എത്തിച്ചേർന്നു. താൻ കഴിഞ്ഞ ദിവസം വിലപ്പെട്ട രേഖകൾ നിക്ഷേപിച്ച കത്തുപെട്ടി അതിന്റെ സ്ഥാനത്തു നിന്നും അപ്രത്യക്ഷമായത് അയാളെ ആശ്ചര്യപ്പെടുത്തി. സ്വന്തം വിധിയിൽ നിരാശയാണ് മിറാൻഡ എന്ന് മനസ്സിലാക്കിയ ബ്രൈ ജീവിതത്തെ പോസിറ്റീവായി ദർശിക്കാനുള്ള മാർഗങ്ങൾ പറഞ്ഞു നൽകി. നല്ലതുമാത്രം പ്രവർത്തിച്ചാൽ നല്ലതുമാത്രം നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുമെന്ന് അയാൾ വ്യക്തമാക്കി. തനിക്ക് യൂണിവേഴ്സിറ്റിയിലെ ക്ലാസുകൾ കൈകാര്യം ചെയ്യാൻ ഒരാഴ്ചത്തേക്ക് മടങ്ങേണ്ടതില്ല. അതുകൊണ്ട് വീടും പരിസരവും താൻ പൂർവ്വസ്ഥിതിയിലാക്കാമെന്നും ഉറപ്പു നൽകി. നിങ്ങൾ എന്തിനാണ് എന്നെ സഹായിക്കുന്നതെന്ന മിറാൻഡയുടെ ചോദ്യത്തിന് എനിക്കതിന് കഴിയുന്നതുകൊണ്ടാണെന്ന് ബ്രൈ വ്യക്തമാക്കി. ഇതേസമയം ബോബി അവിടേക്ക് എത്തിച്ചേർന്നു. നിങ്ങൾക്ക് ഒന്നും സംഭവിച്ചില്ലല്ലോ എന്നവർ ആരാഞ്ഞു. കുറച്ചു ദിവസത്തേക്ക് നിങ്ങൾ എന്റെ വീട്ടിൽ താമസിക്കണമെന്ന് ബോബി വാശി പിടിച്ചു. ഇതിനിടെ വീടിന്റെ തകർന്ന ഭാഗങ്ങൾ പരിശോധിച്ച ബ്രൈ ബോബിയെ പരിചയപ്പെട്ടു. ഞാനും മക്കളും ബോബിയുടെ വീട്ടിലേക്ക് മാറുകയാണെന്ന് മിറാൻഡ ബ്രൈയെ അറിയിച്ചു. അത് സാരമില്ല, ഞാൻ അറ്റകുറ്റപ്പണികളൊക്കെയും പെട്ടെന്ന് തന്നെ ചെയ്തു തീർക്കാമെന്ന് ബ്രൈ ഉറപ്പു നൽകിയ ശേഷം പണിസാധനങ്ങൾ വാങ്ങാനായി പട്ടണത്തിലേക്ക് പോകാൻ തുടങ്ങി. ഒരു പരിചയവുമില്ലാത്ത വ്യക്തിയോട് ഇത്രയും അടുത്തു പെരുമാറാൻ പാടില്ല എന്ന് ബോബി മിറാൻഡയോട് സൂചിപ്പിച്ചു. ഈ വീട്ടിൽ തന്റെ മക്കളല്ലാതെ വിലപിടിപ്പുള്ള ഒന്നും ഇല്ല. മാത്രമല്ല ബ്രൈ ഒരു അധ്യാപകനാണ്. അതുകൊണ്ട് തന്നെ തനിക്ക് വിശ്വാസമാണെന്നും മിറാൻഡ മറുപടി നൽകി. അല്പസമയത്തിനകം അവർ ബോബിയുടെ കാറിൽ അവിടെ നിന്നും യാത്രയായി. അവർ മിറാൻഡ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിൽ എത്തിച്ചേർന്നു. അവിടെ വെച്ച് മിറാൻഡ ടക്കറിനെ കണ്ടുമുട്ടി. അദ്ദേഹം സുഖവിവരങ്ങൾ ആരാഞ്ഞു. മാത്രമല്ല മിറാൻഡയെയും കുടുംബത്തിനെയും തന്റെ വീട്ടിൽ താമസിക്കാൻ അദ്ദേഹം ക്ഷണിച്ചു.
എങ്കിലും മിറാൻഡ സ്നേഹപൂർവ്വം അത് നിരസിച്ചു. അവർ യാത്രയാകുമ്പോൾ ബോബി മിറാൻഡയോട് നീയും ടക്കറും തമ്മിൽ എന്തെങ്കിലും തരത്തിലുള്ള അടുപ്പമുണ്ടോ എന്ന് ചോദിച്ചറിഞ്ഞു. എന്നാൽ ഞങ്ങൾ വെറും സുഹൃത്തുക്കൾ മാത്രമാണെന്നും അദ്ദേഹം നല്ലൊരു വ്യക്തിയാണെന്നും മിറാൻഡ മറുപടി നൽകി. മടങ്ങിയെത്തിയ ബ്രൈ മിറാൻഡയുടെ ഭവനം നന്നാക്കാനുള്ള ശ്രമങ്ങൾക്ക് തുടക്കം കുറിച്ചു. അന്നേ ദിവസം തന്നെ ടക്കറും അവിടേക്ക് എത്തിച്ചേർന്നു. മിറാൻഡ ആവശ്യപ്പെട്ടിരുന്നെങ്കിൽ മികച്ച രീതിയിൽ അറ്റകുറ്റപ്പണി നടത്താൻ ഞാൻ പൈസ മുടക്കുമായിരുന്നു എന്ന് ടക്കർ അഭിപ്രായപ്പെട്ടു. ടക്കറിന് മിറാൻഡയോട് അനുകമ്പയും സ്നേഹവുമുണ്ടെന്ന് അയാളുടെ വാക്കുകളിൽ നിന്നും ബ്രൈക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു. ഇതേസമയം ബോബിയുടെ വീട്ടിൽ താമസമാക്കിയ മിറാൻഡയുടെ കുട്ടികൾ അത്രയധികം സന്തുഷ്ടരായിരുന്നില്ല. അന്നേ ദിവസം സായാഹ്നത്തിൽ മിറാൻഡ ബ്രേയെ ഫോണിൽ ബന്ധപ്പെടുകയും പണിയുടെ വിശദാംശങ്ങൾ അന്വേഷിക്കുകയും ചെയ്തു. അല്പസമയത്തെ സംസാരത്തിനിടയിൽ അവർ പരസ്പരം അവരുടെ ജീവിത വീക്ഷണങ്ങൾ പങ്കുവയ്ക്കാനിടയായി. കുട്ടികൾ, ജോലി, സാമ്പത്തിക ബാധ്യത ഇവയെല്ലാം തനിക്ക് മാനസിക സംഘർഷം സൃഷ്ടിക്കുന്നെന്ന് മിറാൻഡ വെളിപ്പെടുത്തി. അതിന് മറുപടിയായി ബ്രേ തന്റെ ജീവിതാനുഭവങ്ങൾ മിറാൻഡയോട് പങ്കുവയ്ക്കാൻ തയ്യാറായി. 10 വർഷങ്ങൾക്ക് മുന്നേ താൻ വിവാഹമോചിതനായി. തന്റെ ജീവിതത്തിലെ മോശാവസ്ഥയിലൂടെയാണ് താൻ കടന്നു വന്നതെന്നും ബ്രൈ പറഞ്ഞു. ജീവിതം എല്ലായ്പ്പോഴും ഒരേപോലെ ആയിരിക്കില്ല എന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു. തൊട്ടടുത്ത ദിവസം മടങ്ങിയെത്തിയ മിറാൻഡയും കുട്ടികളും കണ്ടത് പൂർവാധികം ഭംഗിയോടെ നിലനിൽക്കുന്ന തങ്ങളുടെ ഭവനത്തെയാണ്. എല്ലാ പേരും ഒരുപോലെ അദ്ദേഹത്തിന്റെ കഠിനാധ്വാനത്തെ അഭിനന്ദിച്ചു. മിറാൻഡയുടെ മകനായ ഗ്രെഗ് നിങ്ങൾ കൊണ്ടുവന്ന പേപ്പറുകൾ ഏൽപ്പിച്ചോ എന്ന് ആരായുകയുണ്ടായി. ഞാൻ ലെറ്റർ ബോക്സിൽ ഇട്ടിരുന്നെങ്കിലും കൊടുങ്കാറ്റിൽ അവ പറന്നുപോയിരിക്കാം. അതിനാൽ പകരം പുതിയത് ഏർപ്പാടാക്കി കഴിഞ്ഞു. അവ എത്തിയാലുടനെ മിറാൻഡയെ ഏൽപ്പിക്കുമെന്ന് മറുപടി നൽകി. എന്നിരുന്നാലും തന്റെ വരവിന്റെ ഉദ്ദേശം മിറാൻഡയോട് വെളിപ്പെടുത്താൻ ബ്രൈ തുടങ്ങിയെങ്കിലും ബോബി അടുത്തേക്ക് വന്നതിനാൽ അതിന് സാധിച്ചില്ല. മികച്ചൊരു അവസരം ലഭിക്കുമെന്ന് കരുതി ബ്രൈ മിറാൻഡയുടെ കാർ ഷെഡ് കൂടി സൗജന്യമായി നവീകരണം നടത്താമെന്ന് വാക്കു നൽകി. അന്നേ ദിവസം രാത്രി ടക്കർ തന്റെ റെസ്റ്റോറന്റ് റീ ഓപ്പണിംഗ് നടത്തുന്നതിന്റെ ഭാഗമായി ഒരു പാർട്ടി സംഘടിപ്പിച്ചു. മിറാൻഡ അടക്കമുള്ള നിരവധി ജോലിക്കാരും കുടുംബവും എത്തിച്ചേർന്നു. സ്വാഗത പ്രഭാഷണം നടത്തിയ ടക്കർ താൻ എല്ലായ്പ്പോഴും ബിസിനസ്സിനാണ് പ്രാധാന്യം നൽകിയതെന്നും അതിനാൽ ഒരു കുടുംബജീവിതം നയിക്കാൻ മറന്നുപോയെന്നും അഭിപ്രായപ്പെട്ടു. എന്തായാലും ആ തീരുമാനം മാറ്റാൻ പോകുന്നുവെന്ന് പറഞ്ഞ ടക്കർ മിറാൻഡയോട് വിവാഹ അഭ്യർത്ഥന നടത്തി. എല്ലാവരും ഒരു നിമിഷത്തേക്ക് ആശ്ചര്യപ്പെട്ടുവെങ്കിലും മിറാൻഡ ടക്കറിന്റെ പ്രണയാഭ്യർത്ഥന അംഗീകരിക്കാൻ തയ്യാറായി. കവിതാക്കളായി മാറിയ ഇരുവരും അവരുടെ പുതിയ ജീവിതത്തിന് തുടക്കം കുറിച്ചു. പിറ്റേ ദിവസം രാവിലെ തന്നെ ഏറ്റവും പുതിയ വിലയേറിയ ഒരു കാർ ടക്കർ തന്റെ കാമുകിക്ക് സമ്മാനിച്ചു. ഇതേസമയം മിറാൻഡയുടെ ഭവനത്തിൽ അവസാനവട്ട ജോലികളിൽ ഏർപ്പെട്ടിരുന്ന ബ്രൈ നദിക്കരയിൽ നിരാശനായിരിക്കുന്ന ഗ്രെഗിനെ കാണാനിടയായി. ആ ബാലൻ തന്റെ മാതാവിന്റെ പുതിയ ബന്ധത്തിൽ സംതൃപ്തനായിരുന്നില്ല. മാത്രമല്ല മരണമടഞ്ഞ പിതാവിനെയോർത്ത് ദുഃഖിക്കുകയും ചെയ്തു. എന്നാൽ ബ്രൈ ആ കുഞ്ഞു ബാലന് ഉപദേശം നൽകുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തു. തന്റെ മാതാവിന് ടക്കറിനോട് ആത്മാർത്ഥമായ സ്നേഹമില്ലെന്ന് ഗ്രെഗ് വെളിപ്പെടുത്തി. ഒരുപക്ഷെ ഈ ദാരിദ്ര്യത്തിൽ നിന്നും രക്ഷ നേടാൻ ടക്കറിന്റെ അഭ്യർത്ഥനയെ അംഗീകരിച്ചതാകാമെന്നും പറഞ്ഞു. ഇതിനിടെ ബ്രൈ മിറാൻഡയുടെ മൂത്ത മകളായ മിസ്സിയോട് സംസാരിക്കാനിടയായി. തന്റെ 16ാം ജന്മദിനാഘോഷത്തെയോർത്ത് ആശങ്കപ്പെടുന്നത് മനസ്സിലാക്കിയ ബ്രൈ അവൾക്ക് ജീവിത മാർഗനിർദ്ദേശങ്ങൾ പകർന്നു നൽകി. മറ്റുള്ളവർ എന്തു ചെയ്യുന്നോ അത് അപ്പാടെ അനുകരിക്കാൻ തുനിയാതെ നമുക്ക് സന്തോഷം നൽകുന്ന നല്ല പ്രവൃത്തികൾ ചെയ്യാൻ അദ്ദേഹം മിസ്സിയെ ഉപദേശിച്ചു. 100 കണക്കിന് ഓൺലൈൻ സുഹൃത്തുക്കളേക്കാൾ നല്ലത് വിരലിലെണ്ണാവുന്ന യഥാർത്ഥ സുഹൃത്തുക്കളാണെന്നും കൂട്ടിച്ചേർത്തു. ബ്രേയോട് ബഹുമാനം തോന്നിയ മിസ്സി അദ്ദേഹത്തെ തന്റെ ബർത്ത്ഡേ ഫംഗ്ഷൻ ക്ഷണിച്ചു. ഇതേസമയം മിറാൻഡ ടക്കർ സമ്മാനിച്ച പുതിയ കാറിൽ അവിടേക്ക് എത്തിച്ചേർന്നു. തനിക്ക് പുതിയ കാർ ലഭിച്ചതറിയാതെ പഴയ കാർ ബ്രൈ വൃത്തിയാക്കിയിട്ടിരിക്കുന്നത് കണ്ട മിറാൻഡയ്ക്ക് അയാളോട് അനുകമ്പയും സ്നേഹവും തോന്നി. അന്നേ ദിവസം വൈകിട്ട് മിസ്സിയുടെ ജന്മദിനാഘോഷങ്ങൾ തുടങ്ങുകയുണ്ടായി. പാർട്ടിയിൽ ബ്രേയെ ക്ഷണിച്ചതിനാൽ ടക്കർ തന്റെ അനിഷ്ടം പ്രകടിപ്പിച്ചു. ആഘോഷങ്ങൾ പുരോഗമിക്കുന്നതിനിടെ ഭർത്തൃമാതാവായ ബോബി മിറാൻഡയെ ഒരു വിവരം അറിയിക്കാനുണ്ടെന്ന രീതിയിൽ വീട്ടിനുള്ളിലേക്ക് ക്ഷണിച്ചു. തന്റെ മകനും മിറാൻഡയുടെ ഭർത്താവുമായിരുന്ന മരണപ്പെട്ട മാത്യുവിന്റെ ചില പ്രോജക്റ്റുകളെ കുറിച്ചാണ് അവർക്ക് പറയാനുണ്ടായിരുന്നത്. മാത്യുവിന് തന്റെ പുതിയ കണ്ടുപിടുത്തത്തിന് പേറ്റന്റ് നേടിയെടുക്കാൻ കഴിഞ്ഞില്ല. അതിനു മുന്നേ വിമാനാപകടത്തിൽ കൊല്ലപ്പെടുകയുണ്ടായി. എന്നാൽ മാത്യുവിന്റെ പ്രോജക്റ്റ് ബ്രേയാണ് പൂർത്തിയാക്കിയതെന്ന വിവരം ബോബി ഇന്റർനെറ്റിൽ നിന്നും കണ്ടെത്തിയിരുന്നു. അവർ തന്റെ മകന്റെ പദ്ധതികളെ മോഷ്ടിച്ചയാളാണ് ബ്രേ എന്നും അയാൾക്ക് മറ്റ് ലക്ഷ്യങ്ങൾ ഉണ്ടാകുമെന്നും മിറാൻഡയോട് വെളിപ്പെടുത്തി. രോക്ഷാകുലയായ മിറാൻഡ ബ്രേയുടെ അടുത്തേക്ക് ചെല്ലുകയും അദ്ദേഹത്തിന് പറയാൻ അനുവദിക്കാതെ മുഖത്തടിക്കുകയും ചെയ്തു. താൻ മാത്യുവിന്റെ പദ്ധതികളോ കണ്ടുപിടുത്തമോ മോഷ്ടിച്ചിട്ടില്ല. എന്റെ പദ്ധതിയുടെ കീഴിലായിരുന്നു മാത്യു പ്രവർത്തിച്ചിരുന്നത്. അദ്ദേഹത്തിന്റെ ഒരു പുതിയ കണ്ടുപിടുത്തം അനുയോജ്യമായിരുന്നു. എന്നാൽ ചർച്ചകൾ നടക്കുന്നതിനിടെ അദ്ദേഹം മരണമടഞ്ഞുവെന്ന് ബ്രേ വെളിപ്പെടുത്തി. ദേഷ്യവും നിരാശയും തോന്നിയ മിറാൻഡ അയാളുടെ വാക്കുകൾക്ക് ചെവി നൽകാൻ തയ്യാറായില്ല. നിങ്ങളുടെ ഭർത്താവ് കൊല്ലപ്പെട്ട വിമാനാപകടത്തിൽ അത്ഭുതകരമായി രക്ഷപ്പെട്ട ഒരേ ഒരു വ്യക്തി താൻ മാത്രമായിരുന്നെന്ന് ബ്രേ കൂട്ടിച്ചേർത്തു. താൻ ജീവിതത്തിലേക്ക് മടങ്ങിയ ശേഷം മാത്യുവിന്റെ പേരിൽ പേറ്റന്റ് നേടാനാണ് ശ്രമിച്ചത്. നിർഭാഗ്യവശാൽ വളരെയധികം കാലതാമസം നേരിട്ടു.
ഒടുവിൽ എല്ലാം ശരിയായപ്പോൾ പേപ്പറുകൾ നൽകാനാണ് ഞാൻ എത്തിച്ചേർന്നത്. എന്നാൽ കൊടുങ്കാറ്റും അതുമൂലമുണ്ടായ പ്രശ്നങ്ങളും കാരണം തനിക്ക് കാര്യങ്ങൾ വ്യക്തമായി അവതരിപ്പിക്കാൻ കഴിഞ്ഞില്ല എന്നും ബ്രെയ് പറഞ്ഞു. എന്നിരുന്നാലും ഇതിനകം തന്നെ കരച്ചിലിന്റെ വക്കോളം എത്തിയ മിറാൻഡ മറുപടി പറയാൻ തയ്യാറാകാതെ ബ്രെയെ അവിടെ നിന്നും പുറത്താക്കി. തന്റെ ലോഡ്ജിൽ മടങ്ങിയെത്തിയ ബ്രെയ് മിറാൻഡയ്ക്കും കുടുംബത്തിനും നൽകാനുള്ള പേറ്റന്റിന്റെ പേപ്പറുകൾ അവിടേക്ക് എത്തിക്കാനുള്ള ഏർപ്പാടുകൾ ചെയ്ത ശേഷം തന്റെ നാട്ടിലേക്ക് മടങ്ങി. തൊട്ടടുത്ത ദിവസം രാവിലെ തന്റെ ഭർത്താവിന്റെ പേരിൽ രജിസ്റ്റർ ചെയ്ത പേറ്റന്റിന്റെ വിവരങ്ങൾ മിറാൻഡയ്ക്ക് ലഭിച്ചു. പേപ്പറുകൾക്കൊപ്പം ഭീമമായ ഒരു തുകയുടെ ചെക്കുമുണ്ടായിരുന്നു. മാത്രമല്ല, ഇനി വരും കാലങ്ങളിൽ വലിയ അളവിൽ ധനം അവർക്ക് ലഭിക്കുമെന്നും ഉറപ്പ് ലഭിച്ചു. ഇതേ തുടർന്ന് മിറാൻഡയുടെ മകൻ ഗ്രെഗ് താൻ ആദ്യമായി ബ്രെയെ പരിചയപ്പെട്ടതും അന്നേ ദിവസം പേപ്പറുകൾ കൈവശമുണ്ടായിരുന്നതായും വ്യക്തമാക്കി. തന്റെ കടബാധ്യതകളെല്ലാം വീട്ടാൻ ആവശ്യമായ തുക ലഭ്യമായതോടെ മിറാൻഡയുടെ ജീവിതത്തിൽ സന്തോഷം കടന്നുവന്നു. മിസ്സി തന്റെ അമ്മയോട് ബ്രെയെക്കുറിച്ച് അന്വേഷിക്കാനിടയായി. അദ്ദേഹത്തെ ഫോണിൽ ബന്ധപ്പെട്ടോ എന്ന ചോദ്യത്തിന് ഇല്ല എന്നായിരുന്നു മിറാൻഡയുടെ മറുപടി. അമ്മ അദ്ദേഹത്തെ ഇഷ്ടപ്പെട്ടിരുന്നു. എല്ലാ കാര്യങ്ങളും പോസിറ്റീവായി കാണുന്ന വ്യക്തിയാണ് ബ്രെയ്. അതിനാൽ തന്നെ കുട്ടികൾക്ക് അദ്ദേഹത്തെ ഇഷ്ടമാണെന്നും മിസ്സി പറഞ്ഞു. തന്റെ വീട്ടിലേക്ക് മടങ്ങിയ ബ്രെയ് അധ്യാപന ജീവിതത്തിലേക്ക് പ്രവേശിച്ചു. സമാന രീതിയിൽ മിറാൻഡയും തന്റെ റെസ്റ്റോറന്റ് ജോലി തുടർന്നു. എന്നിരുന്നാലും അവൾക്ക് സാമ്പത്തിക ഭദ്രതയുള്ള ഒരു ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിഞ്ഞു. ബ്രെയോട് പ്രണയം തോന്നിയിരുന്നെങ്കിലും അത് പുറത്തു പറയാൻ തയ്യാറാകാത്ത മിറാൻഡ ഒടുവിൽ അയാളെ മിസ് ചെയ്യുന്ന അനുഭവത്തിൽ എത്തിച്ചേർന്നു. തുടർന്ന് അവൾ മരണമടഞ്ഞ തന്റെ ഭർത്താവിന്റെ ശവക്കല്ലറയിലെത്തി പ്രാർത്ഥിക്കുകയും ഉചിതമായ തീരുമാനം കൈക്കൊള്ളുകയും ചെയ്തു. റെസ്റ്റോറന്റിലേക്ക് മടങ്ങിയ മിറാൻഡ താങ്കളോട് പ്രണയമില്ലെന്ന് തുറന്നു പറയാൻ തയ്യാറായി. അവൾ ടക്കർ തനിക്ക് നൽകിയ സമ്മാനങ്ങൾ തിരികെ നൽകി മാപ്പ് പറഞ്ഞു. താങ്കൾ നല്ലൊരു മനുഷ്യനാണെന്നും നന്മകൾ നേർന്ന അവൾ അവിടുത്തെ ജോലി രാജിവെക്കുകയാണെന്ന് അറിയിച്ചു. ബോബിയുടെ അടുത്തെത്തിയ മിറാൻഡ താൻ ടക്കറുമായി വേർപിരിഞ്ഞെന്നും ഇനി തന്റെ ജീവിതം ആസ്വദിക്കാൻ തീരുമാനിച്ചെന്നും വ്യക്തമാക്കി. തൊട്ടടുത്ത ദിവസങ്ങളിൽ തന്റെ കുട്ടികളെ നോക്കാൻ അഭ്യർത്ഥിച്ച ശേഷം തന്റെ പഴഞ്ചൻ കാറിൽ അവൾ ബ്രെയ് താമസിക്കുന്ന നഗരം ലക്ഷ്യമാക്കി ദീർഘമായ യാത്ര തുടങ്ങി. ഒടുവിൽ മിറാൻഡ ബ്രെയുടെ വീടിനരികിൽ എത്തിച്ചേർന്നു. എന്നാൽ പ്രതീക്ഷകൾക്ക് വിപരീതമായി ഡോർ തുറന്നു വന്നത് മറ്റൊരു യുവതിയായിരുന്നു. ബ്രെയ് അവിടെയില്ല എന്നവൾ വ്യക്തമാക്കി. തന്നോട് സംസാരിക്കുന്നത് ബ്രെയുടെ കാമുകിയോ ഭാര്യയോ ആയിരിക്കാമെന്നത് കരുതിയ മിറാൻഡ അവിടെ നിന്ന് മടങ്ങാൻ തുടങ്ങി. എന്നാൽ ഈ വന്നിരിക്കുന്നത് മിറാൻഡയാണെന്നറിഞ്ഞ യുവതി താൻ ബ്രെയുടെ സഹോദരിയാണെന്ന് സ്വയം പരിചയപ്പെടുത്തി. അദ്ദേഹം നിങ്ങളെക്കുറിച്ച് എപ്പോഴും പറയാറുണ്ടെന്നും ഇപ്പോൾ നിങ്ങളുടെ വീട്ടിലേക്കാണ് യാത്രയായത് എന്നും കൂട്ടിച്ചേർത്തു. മിറാൻഡ ബ്രെയെ ഫോണിൽ ബന്ധപ്പെടുകയുണ്ടായി. ഇരുവരും വിപരീത ദിശകളിൽ അവരുടെ കാറുകളിൽ സഞ്ചരിച്ചു കൊണ്ടിരുന്നു. അവർ പരസ്പരം പ്രണയം തുറന്നു പറഞ്ഞു. ഒടുവിൽ അർദ്ധരാത്രി ഇരുവരും കണ്ടുമുട്ടി. ഒരു ചെറു പുഞ്ചിരിയോടെ തന്നെ സമീപിച്ച ബ്രെയെ മിറാൻഡ ആലിംഗനം ചെയ്തു. മിറാൻഡയും കുടുംബവും ബ്രെയുടെ വീട്ടിൽ ഒത്തുചേരുന്ന ഭാഗത്താണ് ദ സീക്രട്ട് എന്ന സിനിമ അവസാനിക്കുന്നത്. നിങ്ങൾ സ്വപ്നം കാണാൻ തയ്യാറാകുക, പോസിറ്റീവായി ചിന്തിക്കുക. നിങ്ങളുടെ അവസ്ഥയിൽ മാറ്റമുണ്ടാകും. ഒരു നല്ല തുടക്കം നിങ്ങൾക്കായി കാത്തിരിക്കുന്നുണ്ടാകും. ഈ വെളിപ്പെടുത്തൽ തന്നെയാണ് റോണ്ട ബ്രെയിനും ഈ സിനിമയിലൂടെ തന്റെ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത്. മണി ടെക് മീഡിയയ്ക്കു വേണ്ടി ഈ പ്രോഗ്രാം തയ്യാറാക്കിയത് നസീർ ഖാൻ സാഹിബ് ടി, മുൻ ജില്ലാ ലേബർ ഓഫീസറും ഇപ്പോൾ സംസ്ഥാന വിദ്യാഭ്യാസ വകുപ്പിന് കീഴിലുള്ള സ്റ്റേറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഡ്യൂക്കേഷണൽ ടെക്നോളജിയുടെ പ്രോഗ്രാം പ്രൊഡ്യൂസറുമാണ്.